ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ
കൃഷ്ണ കൃഷ്ണ ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം സദാ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ശ്രീഹരയേ നമഃ. ഹരേ ഗുരുവായൂരപ്പാ ശരണം. മുല്ലോർലിത്തേവരേ ശരണം. സർവേശ്വരമംഗലത്തപ്പാ ശരണം. തലയക്കുളത്തമ്മേ ശരണം. നാരായണാഖില ഗുരു ഭഗവൻ നമസ്തേ. ശ്രീഹരയേ നമഃ. ജാനകീ ജീവനസ്മരണം. ഹര നമഃ പാർവതീപതയേ. ഗോപികാ ജീവനസ്മരണം. ആഞ്ജനേയ സ്വാമിക്ക് ജയ് ജയ് ശ്രീ രാധേശ്യാം. രാധേശ്യാം. എല്ലാ സജ്ജനങ്ങളുടെയും പാദത്തിൽ മനസ്സുകൊണ്ട് നമസ്കരിക്കുകയാണ്. ഭഗവാന്റെ അപാരമായിട്ടുള്ള കൃപാകടാക്ഷം കൊണ്ട് നമ്മളിന്ന് 16ാമത്തെ ദിവസത്തിലേക്കാണ്. രാമായണ പാരായണത്തിലെ 16ാം ദിവസത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ്. ഇതുവരെയും യാതൊരു വിഘ്നങ്ങളും ഇല്ലാണ്ട് ഭഗവാന്റെ മുമ്പിൽ നമ്മൾ സമർപ്പിച്ചിരുന്ന ഈ സമർപ്പണം, ഭഗവാനായിട്ട് ചെയ്യുന്ന സേവ പോലെ ഭഗവാന്റെ മുമ്പിൽ നമ്മൾ സമർപ്പിക്കുന്ന ഈ സമർപ്പണം യാതൊരു വിഘ്നങ്ങളും ഇല്ലാണ്ട് യാതൊരു ബുദ്ധിമുട്ടുകളും ഇല്ലാണ്ട് ഭഗവാൻ അനുഗ്രഹിച്ച് നമുക്ക് തന്നിരിക്കുകയാണ്. പല വിധത്തിലുള്ള ബുദ്ധിമുട്ടുകളെ കൊണ്ട് നമുക്ക് ഇതിനെന്തെങ്കിലുമൊക്കെ തടസ്സങ്ങൾ വരാം. രോഗങ്ങളായിട്ടും ബുദ്ധിമുട്ടുകളായിട്ടും മഴയായിട്ടും കാറ്റായിട്ടും പല വിധത്തിലുള്ള പ്രതിസന്ധികളൊക്കെ വന്ന് പെടാവുന്നതാണ്. പക്ഷേ അതൊന്നും ഇല്ലാതെ കണ്ട് ഭഗവാൻ നമ്മളെ കാത്തുരക്ഷിച്ച് ഈ ഒരു സമർപ്പണത്തിന് വിഘ്നങ്ങളൊന്നും ഇല്ലാണ്ട് ഭഗവാന്റെ കാരുണ്യം മാത്രമാണത്. ആ കാരുണ്യത്തിൻ്റെ മുമ്പിൽ നമുക്കെല്ലാവർക്കും നമസ്കരിക്കാം. ഈശ്വര കാരുണ്യമാണ്. ഈശ്വരൻ്റെ കാരുണ്യം കൊണ്ട് മാത്രമേ നമുക്ക് ഏതൊരു കാര്യമായാലും അത് വേണ്ടതുപോലെ നടക്കാനൊക്കെ ആ ഭഗവത് കാരുണ്യം കൊണ്ട് മാത്രമേ സാധിക്കുള്ളൂ, അല്ലേ? പലരും ഇപ്പം നമ്മൾ വരണ ആൾക്കാർക്ക് പലരും പറയുന്ന പല കാര്യങ്ങളെന്താ, ഇന്നലെ നല്ല മഴയായിരുന്നു, അത് കാരണം എനിക്ക് വരാൻ പറ്റിയില്ല. ഇന്നലെ എനിക്ക് അങ്ങോട്ട് പോകേണ്ടി വന്നു, അത് കാരണം എനിക്ക് വരാൻ പറ്റിയില്ല. അങ്ങനെ പല കാരണങ്ങൾ പറഞ്ഞിട്ട് അപ്പം നമുക്ക് എത്രണ്ട് നമ്മുടെ മനസ്സിനൊരു ഇച്ഛയുണ്ട് എന്നുള്ളതനുസരിച്ചിട്ടാണ് ഇതൊക്കെ. നമ്മുടെ മനസ്സിനിങ്ങനെ കൊതിക്കണം, അതിങ്ങനെ നാളെ ആകുമ്പോൾ പോകണം. അത് മാത്രം ആ ഭഗവാന്റെ മുമ്പിൽ ഇരിക്കാൻ പറ്റുക. ആ ഭഗവാന്റെ മുമ്പിൽ ഇരുന്നിട്ട് അതിനോട് നമുക്കൊരു രതി ഉണ്ടാവണം. എത്ര കൊതിക്കണു, എത്ര നമ്മൾ വേവലാതിപ്പെടണോ അതിന് വേണ്ടിയിട്ടെന്ന് വെച്ചാൽ, അല്ലെ? ഒരു മത്സ്യത്തിനെ പിടിച്ച് കരക്കിലിടുമ്പോൾ ആ വെള്ളത്തിലേക്ക് തിരിച്ചെത്തണവരെ അത് കിടന്ന് പെടയും, അതിന് പ്രാണം കിട്ടാണ്ട്. അതുപോലെ നമ്മളുടെ ആ പ്രാണൻ പെടഞ്ഞുകൊണ്ടേയിരിക്കണം ആ സന്നിധിയിലെത്തിയിട്ട്. കാരണം നമ്മളെല്ലാവരും അതെ ഇതുപോലെ ആ പ്രാണന് വേണ്ടിയിട്ട് ഓരോന്നും അതെ. നമ്മളിപ്പോൾ നമുക്ക് ആ സുഖമെന്ന് തോന്നണ കാര്യങ്ങളൊക്കെ നമ്മൾ സ്വപ്നം, ഇന്നലെ പറഞ്ഞില്ലേ, സ്വപ്നം കാണുന്ന പോലെയാണ് ഇതൊക്കെ. ആ സ്വപ്നത്തിൽ നിന്ന് ഉണരുക വേണ്ടത്. ഇപ്പം നമ്മൾ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈ കാണുന്നതൊക്കെ സ്വപ്നമാണ്, നമുക്ക് സ്വപ്ന സമാനമാണ്. ആ സ്വപ്നത്തിൽ നിന്ന് ഉണർന്നാൽ പറയും ഇതല്ല,
എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. അപ്പോൾ അത് വേണമെങ്കിൽ എന്ത് വേണം, ഇതുപോലെയുള്ള ആ സത്സംഗങ്ങളിൽ നിന്നാണ് ആ ഉണർവ് ലഭിക്കുള്ളൂ. അപ്പം നമ്മളെപ്പോഴും കൊതിച്ചുകൊണ്ടേയിരിക്കണം എന്തു വന്നാലും. കാരണം നിസ്സാരമായ ഈ വക കാര്യങ്ങളെ തരണം ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കുന്നതാണ്. നമ്മൾ വേണം എന്ന് വിചാരിച്ചാൽ സാധിക്കുന്ന കാര്യങ്ങളാണ്. പക്ഷേ നമ്മളതിൽ അലസത കാണിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് തടസ്സങ്ങൾ തരണം ചെയ്യേണ്ടി വരുമ്പോൾ നമ്മൾ തളർന്നു പോകും. ഇപ്പം നമുക്ക് സാധിക്കുന്ന കാര്യമാണ് അല്ലേ. ഇവിടെ വരണ ആ അമ്മ, ഇന്ന് ആ അമ്മയെ കണ്ടില്ല. ആ അമ്മ വീണിട്ട് ഞാൻ വിചാരിച്ചു ഇനി അമ്മ വരേണ്ടാവില്ല എന്ന്. പക്ഷേ ആ അമ്മയുടെ ഒക്കെ ഒരു മനസ്സ് നോക്കി ഇത്ര പ്രായമായിട്ടും എത്തിപ്പെടാനായിട്ട് എത്ര ദൂരത്തുനിന്നാണ് എത്തിപ്പെടുന്നത്. അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയ ദൂരം അല്ലെങ്കിൽ ആ അമ്മയെ സംബന്ധിച്ചിടത്തോളം അത് ദൂരം തന്നെയാണ്. അപ്പോൾ കാലമ നീരുണ്ട്. അതെ, അപ്പോൾ അതൊക്കെ വച്ചിട്ട് അമ്മ വീണു. എന്നാൽ ഞാൻ ഇനി വരുന്നില്ല, ഭഗവാന്റെ നാമം ജപിക്കാൻ വന്നിട്ട് രാമായണം കേൾക്കാൻ വന്നിട്ട് എനിക്ക് ഇതല്ലേ കിട്ടി, ഞാനീ പോണില്ല എന്നല്ല അമ്മ വിചാരിച്ചത്. അത് സാരമില്ല, ഭഗവാൻ എന്നെ കാത്തു, ഇത്രയല്ലേ പറ്റിയുള്ളൂ, അതുകൊണ്ട് ഭഗവാന്റെ അടുത്തേക്ക് വരണമെന്നാണ്. അപ്പം നമ്മൾ പല കാരണങ്ങളെ കൊണ്ട് നമ്മൾ വേണ്ടാന്ന് വെക്കണു. അപ്പോൾ ആ വേണ്ടാന്ന് വയ്ക്കാൻ നമുക്ക് 100 കാര്യങ്ങളുണ്ടാവും. വേണം എന്ന് വയ്ക്കണമെങ്കിൽ ഒരേ ഒരു കാര്യം മാത്രം മതി, ഭഗവാനോടുള്ള ഒരു കൊതി. ഇപ്പോൾ വീട്ടിലിരുന്ന് നമുക്ക് രാമായണം വായിക്കാൻ അറിയാത്തവരാരും ഇവിടെ വന്നിരിക്കണില്ല. പക്ഷേ ഭഗവാന്റെ സന്നിധിയിലിരുന്ന് എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് ആ ഭഗവാന്റെ സന്നിധിയിൽ ഇരുന്നിട്ട് അതിനെ പറയുകയും കേൾക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് പറഞ്ഞു തരുന്നതും നമ്മുടെയൊക്കെ ആരാണോ പറയണത് അവരുടെ ഉള്ളിലിരുന്ന് പറയണത് ആരാ, സാക്ഷാൽ ആ ഭഗവാൻ തന്നെയാണ്. ആരാണോ കേൾക്കണത് അവരുടെ ഉള്ളിലിരുന്ന് കേൾക്കുന്നതും ഈശ്വരൻ തന്നെയാണ്. അപ്പോൾ അതിനെ നമുക്ക് വേണ്ടതുപോലെ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കും. വീട്ടിൽ ഇരുന്ന് 10 നാമം ജപിക്കുകയാണെങ്കിൽ 10 നാമം ജപിച്ചതിൻ്റെ പുണ്യാണെന്ന് മഹാത്മാക്കൾ പറയും. പക്ഷേ വഴിക്കൂടെ വന്ന് 10 നാമം ജപിക്കുകയാണെങ്കിൽ ആ നാമത്തിന് പുണ്യം ഉണ്ടാവില്ല അത്രേ. കാരണം എന്താണെന്ന് വെച്ചാൽ ആ നാമം നമ്മുടെ മനസ്സ് പല കാര്യങ്ങളും ചിന്തിച്ചിട്ടും പലതും കണ്ടിട്ടും അപ്പുറത്തും ഇപ്പുറത്തൊക്കെ നോക്കിയിട്ടൊക്കെ ആവും നമ്മൾ ജപിക്കുന്നുണ്ടാവും. അതേസമയം ക്ഷേത്രത്തിൽ വന്നിട്ട് ഒരു നാമം ജപിച്ചാൽ 100 നാമത്തിന് തുല്യമാണ് എന്ന് പറയും ഭഗവാന്റെ സന്നിധിയിൽ ഇരുന്നിട്ട്. അപ്പോൾ ഒരാൾ ഒരു നാമം ജപിച്ചാൽ 100 നാമത്തിന് തുല്യമാണെങ്കിൽ 10 ആൾ കൂടി ഇരുന്നിട്ട് ഒരു നാമം ജപിച്ചാൽ ആലോചിച്ച് നോക്കും, ഓരോന്നും ഇരട്ടിച്ചിട്ട്. അപ്പോൾ 10 × 100 അതിൻ്റെ 100. അപ്പോൾ എത്ര പുണ്യമാണ് അത്. അതാണ് സത്സംഗത്തിൻ്റെ. അങ്ങനെ മഹാത്മാക്കൾ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അതാണ് ക്ഷേത്രത്തിലിരുന്ന്, നമുക്ക് വീട്ടിലിരുന്ന് വായിക്കാൻ അറിയാണ്ടല്ല. വീട്ടിലിരുന്ന് ഇവിടെ ഇരുന്ന് വായിക്കണ പോലെ വീട്ടിലിരുന്ന് വായിച്ചാൽ മതി. പക്ഷേ ഇവിടെ വന്നിരുന്ന് വായിക്കുമ്പോൾ അത് കേൾക്കുമ്പോൾ നമുക്കുണ്ടാവുന്ന അനുഭവം അതാണ്. അപ്പോൾ അതിനെ നമുക്ക് ഈ ചെറിയ കാര്യം പോലും മുടക്കമില്ലാണ്ട് ചെയ്യാനായിട്ട് ഈശ്വരാനുഗ്രഹം കൊണ്ട് എനിക്ക് സാധിക്കും. അപ്പോൾ എനിക്ക് തരണം ചെയ്യാൻ പറ്റാവുന്ന കാര്യങ്ങളെ തരണം ചെയ്ത് ഇവിടെ എത്തണമെന്ന് നമുക്ക് തോന്നാണ്ട് മടി പിടിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ വരുന്ന പ്രതിസന്ധികൾ വരുമ്പോൾ പിന്നെ ഈശ്വരനെ വിചാരിച്ചിട്ട് കാര്യമില്ല. കാരണം ആ പ്രതിസന്ധികളെ നേരിടാൻ വേണ്ടിയിട്ടാണ് ഈശ്വരൻ ഇതുപോലെയുള്ള സത്സംഗങ്ങൾ തരുന്നത്. നമ്മളിവിടെ കൊണ്ടുവന്ന് ഇരുത്തി അത് വേണ്ടതുപോലെ നമ്മൾ അതിനെ സ്വീകരിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നെ അത് ഈശ്വരൻ്റെ നമ്മുടെ മനോമാലിന്യങ്ങളെ നീക്കാൻ പല വിധത്തിലും ഭഗവാൻ നമ്മളെ കാരുണ്യത്തോട് കൂടിയിട്ട് ചേർത്ത് പിടിക്കുന്നു. പക്ഷേ ആ ഭഗവാന്റെ ആ ചേർത്ത് പിടിക്കലിൽ നിന്ന് നമ്മൾ ഒഴിഞ്ഞു മാറി നിൽക്കുകയാണെങ്കിൽ പിന്നെ എങ്ങനെയാണ് നമുക്ക് ആ അനുഭവം ആവുക. അപ്പം അതുകൊണ്ട് ചെറിയ ചെറിയ കാര്യങ്ങളുണ്ടാകുമ്പോൾ നമുക്ക് മനസ്സിലാവണില്ല. എത്രയോ നമ്മുടെ അടുത്ത് ഓരോ കാര്യങ്ങൾ പറഞ്ഞ് കരഞ്ഞ്, വീട്ടിലെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് കരഞ്ഞ് വിഷമിച്ച് പറഞ്ഞവരുണ്ടാവും. ഇവിടെ വന്ന് നാമജപത്തിൽ പങ്കെടുക്കൂ, നാമം ജപിച്ചോളൂ, എല്ലാം ശരിയാവുമെന്ന് പറഞ്ഞ് അത് പിന്നെ ശരിയായി കഴിയുമ്പോൾ അവർക്ക് തിരിച്ചറിയണില്ല ഞാനിവിടെ വന്ന് ഇരുന്നത് കൊണ്ടാണ്, നാമം ജപിച്ചത് കൊണ്ടാണ്, ഭഗവാന്റെ കൃപ കൊണ്ട് എൻ്റെ കർമ്മപ്രാരബ്ധം നീങ്ങിയപ്പോൾ എനിക്കത് അനുഭവമായി. അല്ലെ, തടസ്സമായിട്ട് നിൽക്കണതിനെ നീങ്ങിയാലല്ലേ നമുക്ക് അനുഭവമാവുള്ളൂ. അപ്പോൾ ആ തടസ്സങ്ങളെ നീക്കിയത് എന്താ, ആ സർവപാപപ്രണാശനം എന്നാണ്. നാമസങ്കീർത്തനം യസ്യ സർവപാപപ്രണാശനം, എല്ലാത്തിനും നശിക്കുക എന്ന് പറയും. പ്രനാശനം എന്നാണ് പറയണത്. നശിക്കുക എന്ന് വെച്ചാൽ നശിച്ചു പോവുക, ചിലപ്പോൾ വീണ്ടും ഇതങ്ങനെയല്ല, വേരോടെ മുച്ചൂട് മുടിയുക എന്ന് പറയില്ല, അതാണ് പ്രനാശനം എന്ന് പറയണത്.
അങ്ങനെ നശിച്ചു പോകണു നമ്മുടെ ഇനി അത് നമുക്ക് അത് വരില്ല. അതാണ് നാമജപത്തിൻ്റെ മഹത്വം. അങ്ങനെ നമ്മളിതാ ഇവിടെ വന്നിരുന്ന് നാമം ജപിച്ച് കഴിഞ്ഞിട്ട് നമ്മുടെ ജീവിതത്തിൽ വരുന്ന മാറ്റങ്ങൾ ആ നാമജപം കൊണ്ടാണെന്ന് തിരിച്ചറിയാതെ കണ്ട് നമ്മൾ പിന്നെ വീണ്ടും എന്ത് ചെയ്യണു? അപ്പോൾ ഒരു വസ്ത്രം കുറച്ച് അലക്കിയപ്പോൾ ഒരു നിറം വന്നു. ഹരേ കൃഷ്ണ. ഒരു വസ്ത്രം കുറച്ച് അലക്കിയപ്പോൾ നമുക്കൊരു നിറം വന്നു. നിറം വന്ന ആ സമയത്ത് നമ്മൾ പിന്നെ അലക്കാണ്ടിരുന്ന് അത് അവിടെ വെച്ചു എന്ന് വിചാരിച്ചാൽ അത് കരിമ്പ് ചുരുട്ടി കൂട്ടി അവിടെ വെച്ചാൽ എന്തുണ്ടാവും? അത് കരിമ്പനടിച്ച് നാശമായിട്ട് പോവുക ചെയ്യുള്ളൂ അല്ലേ. അപ്പോൾ അത് നല്ലോണം അലക്കി വെളുപ്പിക്കാൻ നമുക്ക് സാധിക്കണതാണ്. അത് വെളുക്കണതാണെന്ന് നമുക്ക് കുറച്ച് അലക്കുമ്പോൾ തന്നെ നമുക്കറിയാം. പക്ഷേ പിന്നെ അതിനെ അവിടെ ചുരുട്ടിക്കൂട്ടി അവിടെ ഇട്ടും ചിലത് കരിമ്പനടിച്ച് നാശമായിട്ട് പോകും. അപ്പോൾ നമുക്ക് വന്നു ചേർന്നത് ആ ഈശ്വരൻ്റെ കാരുണ്യമാണ്. നമുക്ക് കർമ്മപ്രാരാബ്ദങ്ങൾ ധാരാളം ഉണ്ടാവും. പൂർവ്വജന്മകൃതമായിട്ടുള്ള ധാരാളം കർമ്മപ്രാരാബ്ദങ്ങളാണ് നമ്മൾ സുഖവും ദുഃഖമായിട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ആ അനുഭവങ്ങളെ എല്ലാം തരണം ചെയ്യാനായിട്ട് ഭഗവാന്റെ ആ കാരുണ്യാമൃതം നമ്മളിലേക്ക് ഒഴുകുകയാണ്. ആ അമൃതത്തെ പാനം ചെയ്യാൻ തരുമ്പോൾ അതിനെ തട്ടി മാറ്റുക എന്ന് പറഞ്ഞാൽ പിന്നെ വീണ്ടും ഓരോ വിഷമങ്ങൾ വരുമ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. നമ്മൾ അത് വേണ്ടതുപോലെ ചെയ്യാനായിട്ട് സാധിക്കണം. അപ്പോൾ നമുക്ക് ഒരിക്കലും പിന്നാക്കം ആ ഭഗവാന്റെ അടുത്തേക്ക് വെച്ച പാദം ബാക്കി എവിടേക്ക് വെച്ച പാദം പിന്നോട്ട് വെച്ചാലും ഗുരുവായൂരപ്പനോട് ചേർന്ന പാദം പിന്നോട്ട് വയ്ക്കരുത്. ഭഗവാൻ പല വിധത്തിലും നമ്മളെ പിന്നോട്ട് വയ്ക്കാതിരിക്കാൻ നമ്മളെ പല വിധത്തിലും ഭഗവാന്റെ കാരുണ്യം ഉണ്ടാവും. പക്ഷെ നമ്മളതൊന്നും ശ്രദ്ധിക്കാതെ കണ്ട് ഒഴിഞ്ഞു മാറിപ്പോയാൽ ആർക്കാണ്? നമ്മുടെ ജന്മജന്മാന്തരങ്ങൾ വർദ്ധിക്കണു, കർമ്മപ്രാരബ്ധങ്ങൾ കൂടണു, അത്രയൊക്കെ തന്നെയുള്ളൂ. അപ്പം അത് ഓരോ ദിവസത്തെ സത്സംഗവും നമുക്ക് അനുഭവവേദ്യമായിട്ട് തീരട്ടെ. ഭഗവാനെ അനുഭവിക്കുകയാണ് വേണ്ടത്. ഈശ്വരനെ നമുക്കെന്ത് വേണം? അനുഭവിക്കുകയാണ് വേണ്ടത്. അനുഭവമാവണം, അല്ലാണ്ട് വേറൊന്നുമല്ല. ഭഗവാനെ നമ്മുടെ ജീവിതത്തിൽ ഈശ്വര അനുഭവമാണെന്ന് തിരിച്ചറിയണം. നമുക്ക് ഈശ്വരനെ അനുഭവിച്ചുകൊണ്ടാണ് നമ്മൾ ഓരോരുത്തരും ഇരിക്കുന്നത്. പക്ഷേ ആ അനുഭവത്തെ നമുക്ക് തിരിച്ചറിയണില്ല. ഇത് ഇന്നതുകൊണ്ടാണ്. ഒരു അസുഖം നമുക്ക് വരികയാണ്. ആ അസുഖം വരുമ്പോൾ ആ ഡോക്ടറെ അടുത്ത് പോയി കഴിഞ്ഞ് ആ ഡോക്ടർ നോക്കുമ്പോഴാണ് നമ്മൾ പല വിധത്തിലുള്ള മരുന്നുകൾ നമ്മുടെ ഇഷ്ടത്തിന് പനി വന്നു, പനിക്ക് പല വിധത്തിലുള്ള മരുന്നുകൾ കടയിൽ നിന്ന് വാങ്ങിക്കഴിച്ചു, പലതും ചെയ്തു, നമ്മുടെ രോഗം മാറുന്നില്ല. ഒരു നിലയ്ക്ക് രോഗം മാറുന്നില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ അവസാനം ഡോക്ടറെ അടുത്ത് പോയപ്പോൾ ചോദിച്ചു. ഡോക്ടർ ചോദിക്കണം, എന്തിനാ ഇത്രയ്ക്കധികം എത്ര ഒരു ഗുളിക കഴിച്ച് മാറേണ്ട രോഗം ഇത്രയും വരുത്തി വെച്ചില്ലേ, നിങ്ങളെന്തേ ആദ്യം ഇങ്ങോട്ട് വരാഞ്ഞു? നിങ്ങളെന്തിനാ പനിക്ക് മരുന്ന് കഴിച്ചിട്ട് കാര്യമില്ല, നിങ്ങൾക്ക് വയറിൻ്റെ അസുഖമുണ്ട്, അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇപ്പം ഇത് വന്നത്, അതിനുള്ള മരുന്ന് കഴിച്ചാലേ ഈ പനി മാറുള്ളൂ. അതിൻ്റെ ഒരു പ്രകടനം മാത്രമാണ് ശരീരത്തിൻ്റെ. അത് എന്തിനാണ് വന്നത്, എന്തുകൊണ്ടാണെന്ന് നമ്മൾ തിരിച്ചറിയണം അല്ലേ. തലവേദന വന്നു, തലവേദനയുടെ മരുന്ന് കഴിച്ച് കുറേ കഴിഞ്ഞ് തലവേദന സഹിക്കാൻ പറ്റാണ്ടായിട്ട് ചെന്നപ്പോഴാണ് പറയണേ, ഒരു ചെറിയ ട്യൂമറുണ്ട്, അതിപ്പോൾ വലുതായി, അത് ആരെയും പേടിപ്പിക്കാൻ പറയണതല്ല കേട്ടോ. അത് വേണ്ടതുപോലെ ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, ചെറിയ ശരീരത്തിൻ്റെ കാര്യങ്ങൾക്ക് വരെ നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ല എന്ന് വെച്ചാൽ നമുക്ക് അപകടമായിട്ട് തീരണം. അപ്പോൾ അതിലും ഉപരിയായിട്ട് നമ്മുടെ കർമ്മപ്രാരാബ്ധങ്ങളെയൊക്കെ നീക്കാനായി ഈശ്വരൻ്റെ കാര്യത്തിൽ വരെ നമ്മൾ അശ്രദ്ധമായിട്ടിരുന്നു വെച്ചാൽ നമുക്ക് ആ ജന്മജന്മാന്തരങ്ങൾ വന്നുകൊണ്ടിരിക്കണു. നമ്മുടെ കർമ്മങ്ങളെല്ലാം കർമ്മപ്രാരാബ്ധങ്ങളായിട്ട് തീരണു. നമുക്ക് ഈ ശരീരം തന്നത്, ഈ ശരീരത്തിലിരുന്ന് ആ ശരീരത്തിന് വിധിച്ച കർമ്മങ്ങളെ അനുഷ്ഠിച്ചുകൊണ്ട് എല്ലാം ഈശ്വരപൂജയായിട്ട് സമർപ്പിച്ച് ആ ഈശ്വരനിൽ മനസ്സ് ചേർത്ത് വെച്ച് ഈശ്വര സാക്ഷാത്കാരം നേടാനാണ് മനുഷ്യജന്മം. ആ മനുഷ്യജന്മത്തിനെ വേണ്ടതുപോലെ പ്രയോജനപ്പെടുത്താതെ കണ്ട് നമ്മൾ ഇരിക്കുന്ന സമയത്ത് എന്ത് ചെയ്യണു? നമ്മൾ ചെയ്യുന്ന എല്ലാ കർമ്മങ്ങളും ഞാൻ ചെയ്യണമെന്നുള്ള ഭാവത്തിൽ ചെയ്യുമ്പോൾ അതൊക്കെ കർമ്മപ്രാരാബ്ധങ്ങളായിട്ട് തീരണം. ആ കർമ്മപ്രാരാബ്ധങ്ങൾ ഈ ഒരു ജന്മം കൊണ്ട് ചെയ്തത് ഈ ഒരു ജന്മം കൊണ്ട് ചിലപ്പോൾ അനുഭവിച്ച് തീരാവുന്നതാവില്ല. അപ്പോൾ അടുത്ത ജന്മത്തേക്ക് ജന്മജന്മാന്തരങ്ങളിലേക്ക് പ്രവേശിക്കേണ്ടി വരുന്നു. അപ്പോഴൊക്കെ നമ്മളിങ്ങനെ കഷ്ടപ്പെടേണ്ടി വരുന്നു അല്ലേ. കുട്ടികളുടെ അടുത്ത് എന്തെങ്കിലും ഒരു കാര്യം നാളെ നമ്മുടെ വീട്ടിലായാലും വേണ്ടില്ല, നാളെ ആവാം എല്ലാവരുടെ വീട്ടിലുള്ളൊരു കാര്യമാണ്. നമ്മൾ വസ്ത്രങ്ങളൊക്കെ അലക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതവിടെ കൊണ്ടുവന്ന് വയ്ക്കും, നാളെ മടക്കാം. അത് ഇപ്പോഴെല്ലാ വീട്ടിലുള്ളതാണ്. അത് കഴിഞ്ഞ് നാളെ അലക്കുമ്പോൾ
അയ്യോ നാളെ ആവാം, അങ്ങനെ 2-3 ദിവസം കഴിഞ്ഞിട്ട് പിന്നെ അത് മടക്കാനിരിക്കുമ്പോൾ എത്ര അത് അന്ന് മടക്കി വെച്ചു വെച്ചാൽ അത്ര പ്രയാസമില്ല. നമ്മളെല്ലാവരും ഇപ്പോൾ ഇങ്ങനെ തലയാട്ടിയാലും നാളെയും നമ്മൾ ഇത് തന്നെയാണ് ചെയ്യണേ, ഇത് തന്നെയേ ചെയ്യുള്ളൂ, നമുക്കതറിയാം. അപ്പോൾ അതൊരു ചെറിയ ഒരു ഉദാഹരണം. അങ്ങനെ നമ്മൾ നീട്ടി 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 വയ്ക്കുമ്പോൾ അതിങ്ങനെ കൂട്ടം കൂട്ടമായിട്ട് വന്നിട്ട് കൂടുതൽ കൂടുതൽ പ്രാരാബ്ധമായിട്ട് തീരുക ചെയ്യണേ നമുക്ക്. അതുപോലെയാണ് നമ്മുടെ കർമ്മപ്രാരാബ്ധങ്ങൾ കൂടി 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 വരുന്നത്. അപ്പോൾ ആ കർമ്മപ്രാരാബ്ധങ്ങളൊക്കെ ഒഴിവാക്കണമെങ്കിൽ ഈശ്വര നാമജപത്തിലൂടെ ആ സത്സംഗത്തിലൂടെ പറ്റുള്ളൂ അല്ലേ. ഒരു ദിവസം വന്നു, ഒരു ദിവസം വന്നില്ല, ഒരു ദിവസം വന്നു എന്ന് വെച്ചാൽ അത് വേണ്ടതുപോലെ പ്രയോജനപ്പെടില്ല. അപ്പോൾ അത് സാധിക്കുന്നവരൊക്കെ എല്ലാ ദിവസവും ഇങ്ങനെ അവനവന് സാധിക്കുന്നതാണ്. നമുക്ക് തട്ടി നീക്കാൻ പറ്റാത്ത പല കാരണങ്ങളും വന്നിട്ടുണ്ടാവും. ഇപ്പോൾ നമ്മുടെ കൂടെയുള്ള സുധ എന്നോട് ചോദിച്ചു, അവരുടെ അതെല്ലാവരോടും പറയട്ടെ, സുധയുടെ മകൾ പ്രസവിച്ചു, ആൺകുട്ടിയാണ്, എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ഗുരുവായൂരപ്പൻ്റെ കാരുണ്യം, മുല്ലോർലി തേവരുടെ കാരുണ്യമാണ്. എന്നോട് എപ്പോഴും അത് പറഞ്ഞ് വിഷമം പറയും, മോൾക്ക് കുഞ്ഞുണ്ടാവാത്ത കാര്യം. അപ്പോൾ ഇവിടെ സപ്താഹം, കഴിഞ്ഞ വർഷം സപ്താഹം ഉണ്ടായപ്പോൾ ഉണ്ണിയൂട്ട് ബാലയൂട്ട് ഉണ്ടായിരുന്നു മണിവർണ്ണൻ തിരുമേനി. അപ്പോൾ ആ സമയത്ത് അതിലൊക്കെ പങ്കെടുത്തു. അത് കഴിഞ്ഞ് 1 വർഷമായപ്പോഴേക്കും കുഞ്ഞുണ്ടായി എന്നുള്ള സന്തോഷ വാർത്തയാണ്. അപ്പോൾ ചെറിയൊരു കർമ്മപ്രാരബ്ധമാവും ഒഴിയാനുണ്ടാവുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞില്ലേ, അസുഖം മാറാത്ത ഒരു ചെറിയ മരുന്ന് കഴിച്ചാൽ മാറാവുന്നതല്ല. പക്ഷെ ആ മരുന്ന് എന്താണെന്ന് അറിയണമെങ്കിൽ ആർക്കേ അറിയുള്ളൂ? വൈദ്യനെ അറിയുള്ളൂ. അതുപോലെ ഭഗവാനെ അറിയുള്ളൂ. ഭഗവാന് സമർപ്പിച്ചപ്പോൾ ആ ചെറിയ ഒരു പ്രാരാബ്ധം ഉണ്ടായത് അത് നീക്കി അവർക്ക് അത് ഒരനുഭവമായി. എന്നിട്ടും എന്നോട് ചോദിക്കുക, ഞാൻ അവിടെ വന്ന് പുറത്തിരുന്നിട്ടായാലും എനിക്ക് രാമായണം തൊടാൻ പാടും, വായിക്കാൻ പാടും. ഞാൻ പറഞ്ഞു, അങ്ങനെയുള്ള അമ്പലത്തിലെ പുലവാലായ്മ ശ്രദ്ധിക്കണം. നമ്മൾ ക്ഷേത്രം എന്ന് പറഞ്ഞാൽ ആ ക്ഷേത്രത്തിൻ്റേതായിട്ടുള്ള എല്ലാ പരിശുദ്ധിയും ആ പരിശുദ്ധിയൊക്കെ നമ്മൾ കാത്തു സൂക്ഷിക്കണം. അവിടുത്തെ ചൈതന്യത്തിനാണ് അല്ലെങ്കിൽ കോട്ടം തട്ടുക. ആ ചൈതന്യത്തിന് കോട്ടം ഉണ്ടായാൽ അത് നമുക്കും കൂടി ബാധിക്കുക. അപ്പോൾ അതുകൊണ്ട് വരാൻ പാടില്ല. പക്ഷേ എന്നാലും എനിക്കിപ്പോൾ സങ്കടമാവും. ഞാൻ സങ്കടപ്പെടേണ്ട, ഉണ്ണിക്കണ്ണനല്ലേ ഉണ്ടായേ, വീട്ടിലിരുന്നിട്ട് പാരായണം ചെയ്തോളൂ എന്ന് പറഞ്ഞ് സമാധാനിപ്പിച്ചു. അപ്പോൾ അങ്ങനെ ഒരു മനസ്സ് എന്ന് പറഞ്ഞാൽ വരണം എന്നാഗ്രഹിച്ചു. ചിലപ്പോൾ ഒരു പക്ഷേ വരാൻ പറ്റണ പല സമയത്തും അതുണ്ടാവാം. ഇന്ന് വേണ്ട, നാളെ പോവാം എന്ന് വിചാരിച്ച് ചിലപ്പോൾ നമ്മൾ തള്ളിക്കളഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ പിന്നെ ഇങ്ങനെ ഒരവസ്ഥ അതുകൊണ്ടും കൂടിയും വരും നമുക്ക് ഇതിനൊക്കെ പ്രാരാബ്ധം. അങ്ങനെ നമ്മളായിട്ട് തള്ളിക്കളയരുത്. നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഭഗവാന്റെ സന്നിധിയിൽ എത്താനുള്ളൊരു കൊതി എല്ലാവർക്കും ഉണ്ടാവട്ടെ. ആ കൊതി ഉണ്ടാവണമെങ്കിൽ നാമം ജപിക്കുക തന്നെ വേണം. അപ്പം നമ്മൾ എല്ലാ വ്യാഴാഴ്ചയും ഇവിടെ നാമം ജപിക്കാറുള്ള പാരായണം തുടങ്ങിയ സമയം കൊണ്ട് ആ 1 മണിക്കൂർ ജപം ശരിക്കും പറയുകയാണെങ്കിൽ 2 നേരം ഇവിടെ പൂജയൊക്കെ ഉള്ള ആയിരുന്നു എന്നുണ്ടെങ്കിൽ നമുക്ക് വൈകുന്നേരം നേരം വന്നിട്ട് വ്യാഴാഴ്ച ദിവസം ആ നാമജപം നടത്തായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അതും സാധിക്കുന്നില്ല. അതുകൊണ്ടാണ് ഈ കുറച്ച് നാമമെങ്കിലും നമ്മൾ ഇതിനോട് കൂടി ജപിക്കണത്. അപ്പം അങ്ങനെ ഇതെല്ലാം പറയാൻ മുന്നോടിയായിട്ട് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, ഓരോന്നും ഈശ്വരൻ്റെ കാരുണ്യമാണ്. അത് ഓരോ നിമിഷവും അറിയണം. എന്ത് നമ്മുടെ കാതിൽ വന്ന് കേൾക്കണുണ്ടോ, പറയുന്നവരുടേതായാലും വേണ്ടില്ല, കേൾക്കുന്നവരുടെ എല്ലാവരെയും പറയുന്നവരും കേൾക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഇരുന്ന് പറയണത് ഭഗവാനാണ്. പക്ഷേ ആ പറയുന്ന ഒരു വ്യക്തിയിലൂടെ പറയണമെന്ന് വെച്ചാൽ അവർക്കും കാതുണ്ട്, അവരും കേൾക്കുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്താൻ വേണ്ടിയിട്ടാണ്. ഇവിടെ നിന്ന് കിട്ടുന്ന ഓരോന്നും ആ കാരുണ്യമാണ്. ആ കാരുണ്യത്തെ നമ്മൾ അനുഭവിച്ചറിയാണ് വേണ്ടത്. ജീവിതത്തിൽ അനുഭവിച്ചറിയാണ് വേണ്ടത്. എല്ലാ കാര്യങ്ങളും ഇപ്പോൾ ഇന്നലെ പറഞ്ഞ പോലെ ഞാൻ ചെയ്യണു, ഞാൻ പറയണു, ഞാൻ കേൾക്കണു എന്നുള്ള ഭാവത്തിലല്ലാണ്ട് ഒക്കെ ആ ഈശ്വര കാരുണ്യം കൊണ്ട് അനുഭവിക്കാൻ സാധിക്കണു. ഇതുപോലും കാരുണ്യമാണ്. ഈ അനുഭവം പോലും കാരുണ്യമാണ്. അവിടെ ഇരുന്ന് നമ്മൾ പറയണതും കേൾക്കണതും പോലും കാരുണ്യമാണ്. അത് നമുക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ പാരായണം ആരംഭിക്കാം. ഇന്ന് 16ാമത്തെ ദിവസമാണ് പാരായണം. വേണ്ടതുപോലെ പാരായണം ചെയ്ത് സമർപ്പിക്കാൻ ഭഗവാൻ അനുഗ്രഹിക്കട്ടെ പ്രാർത്ഥിക്കണം. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ.
ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. ശ്രീ ഗുരുവായൂരപ്പ ശരണം. ജാനകീ ജീവനസ്മരണം. ഹര നമ പാർവതീപതയേ. ആഞ്ജനേയ സ്വാമിക്ക്. പീതാംബരം കരവിരാജിത ശംഖചക്ര കൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ഗജാനനം ഭൂതഗണാതിസേവിതം കബിദ്ധജംബൂഫലസാരഭക്ഷിണം ഉമാസുതം ശോകവിനാശകാരണം നമാമി വിഘ്നേശ്വരപാദപങ്കജം. കൂജന്തം രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖാം വന്ദേ വാൽമീകികോകിലം. സാനന്ദരൂപം സകലപ്രബോധം ആനന്ദദാനാമൃതപാരിജാതം മനുഷ്യപത്മേഷു രവിസ്വരൂപം പ്രണൗമി തുഞ്ചത്തെഴുമാര്യപാദം. മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതം വരിഷ്ഠം വാദാത്മജം വാനരയൂതമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി. യത്ര യത്ര രഘുനാഥകീർത്തനം തത്ര തത്ര കൃതമസ്തകാഞ്ജലിം ബാഷ്പവാരി പരിപൂർണലോചനം മാരുതിം നമത രാക്ഷസാന്തകം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ജാനകീ ജീവനസ്മരണം. ഹര നമ പാർവതീപതയേ. ഗോപികാ ജീവനസ്മരണം. ആഞ്ജനേയ സ്വാമിക്ക് ജയ ജയ ശ്രീരാധേശ്യാം. ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. ഹരിശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാജയ ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്രാജയ ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ ശ്രീരാമ രാമ രാമ രാവണന്തക രാമ ശ്രീരാമ മമ ഹൃദി രമതാം രാമ രാമ ശ്രീരാമ മമ ഹൃദി രമതാം. ദശമുഖൻ അല്ലേ, 10 തലയുള്ളതാണ് രാക്ഷസ രാജാവ് രാവണൻ. അങ്ങനെ അനേകം തലകളും അനേകം കൈകളും ഒക്കെ ആയിട്ട് നമ്മുടെ ഉള്ളിലുള്ള ആസുരിക ഭാവം, പല വിധത്തിൽ ആസുരിക ഭാവം നമ്മുടെ ഉള്ളിലുണ്ട്. ആ ആസുരിക ഭാവത്തെ മുഴുവനും ഇല്ലാണ്ടായിട്ട് നമ്മുടെ ഉള്ളിൽ ഭഗവാനെ അവിടുന്ന് തന്നെ വിലസണേ, അവിടുത്തെ പാതാരവിന്ദത്തിൽ രമിക്കാനായിട്ട് അനുഗ്രഹിക്കണേ. ശ്രീരാമ മമ ഹൃദി രമതാം രാമ രാമ. നമ്മൾ കഴിഞ്ഞ ദിവസം പാരായണം ചെയ്ത് സമർപ്പിച്ച ഭാഗങ്ങൾ കിഷ്കിന്ധയിലെ സുഗ്രീവൻ്റെ പട്ടാഭിഷേകം മുതലായിട്ടുള്ള ഭാഗങ്ങളാണ് നമ്മൾ പറഞ്ഞപ്പോൾ സുഗ്രീവനോട് പറയണു, ചാതുർമാസ്യം അനുഷ്ഠിച്ചുകൊണ്ട്
ഞാനിതാ ഇവിടെ കഴിയാം. ചതുർമാസ്യം കഴിയുമ്പോൾ വന്ന് സീതാന്വേഷണത്തിനൊക്കെ സഹായിച്ച് സീതയെ കണ്ടുപിടിക്കാൻ സഹായിക്കണം. അതുവരെ ഞാനിവിടെ കഴിയാം എന്ന് പറഞ്ഞുകൊണ്ട് ഇല്ല അപ്പോൾ അങ്ങനെ കഴിഞ്ഞുകൊണ്ട് ഇരിക്കൂ എന്ന് പറയുന്ന ഭാഗം വരെയാണ് നമ്മൾ പാരായണം ചെയ്ത് സമർപ്പിച്ചത്. ഈ പാരായണം ചെയ്യേണ്ടത് ക്രിയാമാർഗോപദേശമാണ് ഇനി പാരായണം ചെയ്യണത്. ജാനകീ ജീവനസ്മരണം രാഘവൻ തത്ര സമാധി വിരതനായ ഗന്ധദേശേ മരുവും ദശാന്തരേ ഏകദാ വന്ദിച്ചു സൗമിത്രി സസ്പൃഹം രാഘവനോട് ചോദിച്ചരുളിടിനാൻ. കേൾക്കയിലാഗ്രഹം പാരം ക്രിയാമാർഗമാഖ്യാഹി മോക്ഷപ്രദം ത്രൈലോകീപതേ വർണ്ണാശ്രമികൾക്കു മോക്ഷതം പോലതു വർണ്ണിച്ചരുൾ ചെയ്യുക വേണം ദയാനിധേ. നാരദവ്യാസ വിരിഞ്ചാദികൾ സദാ നാരായണ പൂജ കൊണ്ടു സാധിക്കുന്നു. നിത്യം പുരുഷാർത്ഥമെന്നു യോഗീന്ദ്രന്മാർ ഭക്ത്യാ പറയുന്നിതെന്നു കേൾപ്പുണ്ടു ഞാൻ. ഭക്തൻ അതെ അത് പക്ഷെ നിങ്ങളുടെ ബുക്കിൽ വ്യത്യാസം ഉണ്ടാവും. ഇവിടെ ഏകദാ വന്ദിച്ചു കണ്ടോ, കണ്ടില്ല? എല്ലാവരും കണ്ടു. അതിന് മുകളിലാണ് അത് കാണിച്ചു കൊടുക്കും. അതിനു മുമ്പ് ഏകദാ, അതിന് മുമ്പ് 2 വരിയുണ്ട്. അവിടുന്ന് തൊട്ടാണ് തുടങ്ങുന്നത്. രാഘവൻ തത്ര കണ്ടോ, രാഘവൻ തത്ര സമാധി വിരതനായ ഗന്ധദേശേ മരുവും ദശാന്തരേ ഏകദാ വന്ദിച്ചു സൗമിത്രി സസ്പൃഹം രാഘവനോട് ചോദിച്ചരുളിടിനാൻ. കേൾക്കയിലാഗ്രഹം ഭാരം ക്രിയാകർമാഖ്യാഹി മോക്ഷപ്രദം ത്രൈലോകീപതേ വർണ്ണാശ്രമികൾക്കു മോക്ഷതം പോലതു വർണ്ണിച്ചരുൾ ചെയ്യുക വേണം ദയാനിധേ. നാരദവ്യാസ വിരിഞ്ചാദികൾ സദാ നാരായണ പൂജ കൊണ്ടു സാധിക്കുന്നു. നിത്യം പുരുഷാർത്ഥമെന്നു യോഗീന്ദ്രന്മാർ ഭക്ത്യാ പറയുന്നിതെന്നു കേൾപ്പുണ്ടു ഞാൻ. ഭക്തനായി ദാസനായുള്ളോരടിയനോ മുക്തിപ്രദാമുപദേശിച്ചരുളണം. ലോകൈകനാഥ ഭവാനരുൾ ചെയ്കിലോ ലോകോപകാരകമാകയുമുണ്ടല്ലോ. ലക്ഷ്മണനെ വാമുണർത്തിച്ച നേരത്തു തക്ഷണേ ശ്രീരാമദേവനരുൾ ചെയ്തു. കേൾക്ക നീയെങ്കിൽ മത്പൂജാവിധാനത്തിൽ ഓർക്കിൽ അവസാനമില്ലെന്നറിയുക നീ. എങ്കിലും ചൊല്ലുവാനൊട്ടു സംക്ഷേപിച്ചു നിങ്കലുള്ളൊരു വാത്സല്യം മുഴുക്കയാൽ തന്നെ ഗുഹ്യോക്തമാർഗേണ മഞ്ഞിടത്തിങ്കൽ ദ്വിജത്വമുണ്ടായി വന്നാൽ ആചാര്യനോട് മന്ത്രം കേട്ടു സാദരം ആചാരപൂർവമാരാധിക്കമാമെടോ. ഹൃത്കമാലത്തിങ്കലാകിലുമം പുനർ അഗ്നി ഭവാങ്കൽ ആകിലുമാമെടോ. മുഖ്യപ്രതിമാദികളിലെന്നാകിലും അർക്കങ്കലാകിലും അപ്പിങ്കലാകിലും സണ്ടിലത്തിങ്കലും നല്ല സാളഗ്രാമമുണ്ടെങ്കിലോ പുനാരുത്തമാമെത്രയും. വേദതന്ത്രോക്തങ്ങളായ മന്ത്രങ്ങൾ കൊണ്ടാതരാൽ മൃല്ലേപനാദി വിധി വഴി കാലേ കുളിക്ക വേണം. ദേഹശുദ്ധയെ മൂലാമറിഞ്ഞു സന്ധ്യാവന്ദനാദിയം നിത്യകർമ്മം ചെയ്തു പിന്നെ സുകർമ്മണ ശുദ്ധ്യർത്ഥമായി ചെയ്ക സങ്കല്പമാദിയെ. ആചാര്യനായ ദൂതൻ ഞാനെന്ന് കൽപ്പിച്ചു പൂജിക്ക ഭക്തിയോടെ ദിവസം പ്രതി സ്നാപനം ചെയ്ക. ശിലയം പ്രതിമാസു ശോഭനാർത്ഥം ചെയ്ക വേണം പ്രമാർജനം. ഗന്ധപുഷ്പാദ്യങ്ങൾ കൊണ്ടു പൂജിപ്പവൻ ചിന്തിച്ചതൊക്കെ ലഭിക്കുമറിയുക നീ. ജാനകി ജീവനസ്മരണം. ഒരിക്കല് ആ ചാതുർമാസ്യം അനുഷ്ഠിച്ചിരിക്കുന്ന ആ സമയത്ത് ആ ലക്ഷ്മണൻ വന്നിട്ട് നമസ്കരിച്ചുകൊണ്ട് പറഞ്ഞു, ഭഗവാനെ,
അവിടുത്തെ ആ ക്രിയാമാർഗം, മോക്ഷത്തെ നൽകുന്ന ക്രിയാമാർഗത്തെ കേൾക്കാനായിട്ട് എനിക്ക് ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞു. അത് എന്തിനു വേണ്ടിയിട്ടാണ്? ലോകത്തിന് മുഴുവനും അത് എല്ലാവർക്കും, വർണ്ണാശ്രമികളായുള്ളവർക്കൊക്കെ അത് മോക്ഷമാണ്. അപ്പോൾ അതിനെപ്പറ്റി അറിയുകൊണ്ട് അത് ലോകോപകാരമായിട്ട് തീരും. എല്ലാ വർണ്ണാശ്രമത്തിലുള്ളവർക്കും അത് പ്രയോജനപ്പെടും. അപ്പോൾ ക്രിയാമാർഗം എന്ന് വെച്ചാൽ നമ്മൾ കർമ്മം കൊണ്ട് ഈശ്വരനെ പ്രാപിക്കുന്നതാണ് ക്രിയാമാർഗം. ക്രിയ വെച്ചാൽ എന്തെങ്കിലുമൊക്കെ ചെയ്ത് പൂജിക്കുക എന്നുള്ളതുണ്ടല്ലോ, അതാണ്. അപ്പം അതുകൊണ്ട് വിശദീകരിച്ച് പറഞ്ഞു തരണം. നാരദൻ, വ്യാസൻ, ബ്രഹ്മദേവൻ തുടങ്ങിയവരൊക്കെ നാരായണ പൂജ കൊണ്ടാണ് ഈ പുരുഷാർത്ഥങ്ങളൊക്കെ നേടിയത് എന്ന് യോഗിവര്യന്മാരൊക്കെ പറയണ കേട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങ് മോക്ഷപ്രദമായിട്ടുള്ള ആ മാർഗത്തിനെ ഉപദേശിച്ച് തരണം എന്ന് പറയുമ്പോൾ ഭഗവാൻ പറയണു, എൻ്റെ പൂജാവിധികൾക്ക് അവസാനമില്ല. എത്ര പറഞ്ഞാൽ മതിയാവാത്ത അത്രയ്ക്ക് വിധത്തിലുള്ള പൂജാവിധികളുണ്ട്. എങ്കിലും ചോദിച്ചത് കൊണ്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരാം എന്ന് പറയണു. ആ ഭൂമിയിൽ ജനിച്ച് ദ്വിജത്വം ബ്രാഹ്മണനായിട്ട് ജനിച്ചു എന്നുണ്ടെങ്കിൽ മന്ത്രോപദേശം സ്വീകരിച്ച് ആചാരമനുസരിച്ചിട്ട് ആരാധിക്കാം. അത് എങ്ങനെ? ഹൃദയകമലത്തിൽ ഭഗവാന്റെ രൂപത്തെ നല്ലവണ്ണം ആ രൂപത്തെ ധ്യാനിച്ചുകൊണ്ട്, അതായത് ഇപ്പോൾ ഭാഗവതത്തിലൊക്കെ ധ്രുവനോട് ആ രൂപം പറഞ്ഞു കൊടുക്കും. ഭഗവാന്റെ രൂപം പറഞ്ഞു കൊടുത്ത ധ്രുവൻ ആ ഹൃദയകമലത്തിൽ ആ രൂപത്തെ ധ്യാനിച്ചിട്ടാണ് ധ്രുവൻ ആ ഭഗവാനെ അങ്ങനെ ധ്യാനിച്ചിട്ടാണ് ഈശ്വരനെ പ്രത്യക്ഷപ്പെടുത്തിയതെന്ന് പറയും. അപ്പോൾ ഹൃദയകമലത്തിൽ, അപ്പോൾ അത്രയ്ക്കും നമ്മുടെ ഉള്ളിൽ ആ ഹൃദയകമലത്തിൽ കാണണമെങ്കിൽ മനോമാലിന്യങ്ങളൊക്കെ നോക്കിയിട്ട് അത്രയും തെളിവ് നമ്മുടെ ഉള്ളിലുണ്ടാവണം. അങ്ങനെയാണെങ്കിൽ അല്ലെങ്കിൽ എന്ത് ചെയ്യണം? അഗ്നിയിൽ നമ്മൾ കണ്ടിട്ടല്ലേ, അഗ്നിയിൽ ഹവിസ്സൊക്കെ അർപ്പിച്ചിട്ട് പൂജ ചെയ്യണത്. ഇപ്പം ഗണപതി ഹോമം എന്നൊക്കെ പറയുന്നത് അഗ്നിയിൽ ചെയ്യണതാണ്. അല്ലെങ്കിൽ പ്രതിമകളിൽ, ഭഗവാന്റെ പ്രതിമകളിൽ ചെയ്യാം. അല്ലെങ്കിൽ എന്താ, ആദിത്യനെ ഭഗവാനായിട്ട് കണ്ടിട്ട് ആദിത്യന് ചെയ്യാം. പിന്നെ ജലത്തിലോ അതുപോലെ തറയിൽ, ചതുരാകൃതിയിലുള്ള തറയിൽ ഒക്കെ ഇത് വച്ചിട്ട് അവിടെ ഹോമങ്ങളൊക്കെ ചെയ്തിട്ട് അങ്ങനെ പൂജിക്കാം. അതുപോലെ നല്ല സാളഗ്രാമം എന്ന് പറഞ്ഞാൽ അത് ഒരു കല്ലാണ് സാളഗ്രാമം. ആ സാളഗ്രാമത്തിൻ്റെ ഒരു കഥ എന്ന് പറഞ്ഞാൽ അത് വൃന്ദാവനത്തിൽ നിന്നാണ് ശരിക്കും പൂർണ്ണമായിട്ട് അതിൻ്റെ ഒരു കഥ മനസ്സിലാക്കാൻ സാധിച്ചത്. അതായത് തുളസിയുടെ കഥയാണ് പറയണത്. ലക്ഷ്മിയുടെ അംശമായിട്ടാണ് വൃന്ദ ജനിച്ചത്. അപ്പോൾ ആ തുളസി ഉണ്ടാവാൻ കാരണം ലക്ഷ്മിയുടെ അംശാവതാരമായിട്ട് ജനിച്ച ഒരു രാജാവിൻ്റെ മകളായിട്ട് ജനിച്ചു. മഹാലക്ഷ്മി ആദ്യം ജനിക്കുകയാണ്. അപ്പോൾ ഭഗവാനെ തന്നെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ലക്ഷ്മിയെ ജലന്ധരൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു അസുരൻ വിവാഹം കഴിക്കുകയാണ്. അപ്പോൾ പതിവ്രതാരത്നമായിട്ടുള്ള ലക്ഷ്മി ദേവി ആ ജലന്ധരനെ, ഭർത്താവിനെ അത്രയ്ക്ക് സ്നേഹിച്ചു. ജലന്ധരൻ ഉണ്ടായത് എങ്ങനെയാണെന്ന് വെച്ചാൽ ശിവൻ്റെ കോപാഗ്നിയിൽ നിന്നാണ് ഉണ്ടായത്. അപ്പോൾ ആ ശിവൻ്റെ കോപാഗ്നിയിൽ നിന്ന് ഉണ്ടാവാൻ അങ്ങനെ അതിൽ തുടർന്ന് കുറേ കഥകൾ പറയുന്നുണ്ട്. ഒരു ശിവനിൽ നിന്നുണ്ടായ ആ ജലന്ധരനെ അത് വിശദമായിട്ട് പിന്നൊരു ദിവസം കഥയായിട്ട് പറയാം. ഇപ്പം ഇതിൻ്റെ ഇടയിൽ പറഞ്ഞാൽ സമയം ഉണ്ടാവില്ല എന്നുള്ളത് കൊണ്ടാണ് കേട്ടോ. പണ്ട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്കൊക്കെ കേട്ടിട്ടുണ്ടെങ്കിൽ ഓർമ്മയുണ്ടാവും. അപ്പോൾ ആ ജലന്ധരൻ ശിവൻ്റെ അംശമാണ്, ശിവാംശമാണ് ജലന്ധരൻ. അങ്ങനെ ആ ജലന്ധരനെ വിവാഹം കഴിച്ച് ഇരിക്കുന്ന സമയത്ത് ആ ജലന്ധരനെ വധിക്കാൻ ശിവന് മാത്രമേ സാധിക്കുള്ളൂ, വേറെ ആർക്കും സാധിക്കില്ല. പക്ഷേ ആ പതിവ്രതാരത്നമായിട്ടുള്ള ഈ ലക്ഷ്മിയുടെ ആ പൂജ കൊണ്ട് അത് ഉള്ളത് കൊണ്ടാണ് ശക്തി കൂടിയേക്കണത്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇനി എന്ത് ചെയ്യുമെന്ന് വിചാരിച്ചിരിക്കുന്ന സമയത്ത് ഒരിക്കൽ ശിവനോട് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു തളർച്ച തോന്നി. ഇപ്പോൾ പെട്ടെന്ന് ജലന്ധരൻ അവിടെ നിന്ന് മറിഞ്ഞിട്ട്
കൈലാസത്തിൽ വന്നു ചേർന്നു. ശിവരൂപം എടുത്തിട്ട് കൈലാസത്തിൽ വന്നിട്ട് പാർവതീദേവിയെ പ്രാപിക്കാനായിട്ട് ചെന്നു. ഞാൻ ജലന്ധരനെ വധിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ പാർവതിക്ക് അറിയാം മഹാദേവനെ പാതിവൃത്യം അത്രയും ഉള്ളത് തന്നെയാണ് പാർവതി. അപ്പോൾ പാർവതി പറഞ്ഞു നീ ആരാണ് എന്നൊക്കെ ചോദിച്ചിട്ട് ആ പാർവതീദേവി സിംഹത്തിൻ്റെ പുറത്ത് വന്ന് സംഹാര രൂപിണിയായിട്ട് വധിക്കാൻ തുനിഞ്ഞപ്പോൾ മനസ്സിലായി ശിവനേക്കാളും ശക്തിയുണ്ട് പാർവതീദേവിക്ക്. അവിടെ നിന്നും അറിയുക ചെയ്തത്. അപ്പം ഇത് ഒരു കർമ്മച്യുതിയായിട്ട് തീർന്നു. അപ്പോൾ എന്തു ചെയ്തു, മഹാവിഷ്ണുവിനെ മാത്രം പൂജിച്ചിട്ട് ഉള്ളിൽ ആ ഭർത്താവിൻ്റെ സ്ഥാനത്ത്, അതായത് നമ്മുടെ ലൗകികമായ ഭാവത്തിലാണ് നമ്മളുടെ കൂടെയുള്ള നമ്മളുടെ ഭർത്താവ് എന്നുണ്ടെങ്കിലും സാക്ഷാൽ നമ്മുടെ ജഗൽപതി, ജഗത്തിന് മുഴുവൻ പതിയായിട്ടുള്ള ഭഗവാൻ തന്നെയാണ് നമ്മുടെ എല്ലാവരും. ഇപ്പോൾ ഗോപികമാർ പ്രാർത്ഥിച്ചില്ലേ, നന്ദഗോപ സുതം ദേവി പതിമേ കുരുതേ നമ. ഞങ്ങൾക്ക് എല്ലാവർക്കും നന്ദഗോപൻ്റെ പുത്രനായിട്ടുള്ള ശ്രീകൃഷ്ണ ഭഗവാൻ ഭർത്താവായിട്ട് വരണേ എന്ന് പ്രാർത്ഥിച്ചാൽ ഞങ്ങളെ എല്ലാവരെയും ആ ഭഗവാൻ, നമ്മളെ ആരാണോ സംരക്ഷിക്കുന്നത് അതാണ് നമ്മുടെ പതി എന്ന വാക്കിന് അത് തന്നെയാണ്. എങ്ങനെയാണോ ആ വേണ്ട വിധത്തിൽ പരിപൂർണമായിട്ട്, അല്ലെ, നമ്മളെ തെറ്റുകളുണ്ടോ സ്ത്രീകൾക്ക് പല വിധത്തിലുള്ള ചാബല്യങ്ങളുണ്ടാവും. അതാണ് സ്ത്രീകളുടെ ചാബല്യങ്ങൾ ധാരാളം ഉണ്ടാവും. ആ ചാബല്യങ്ങൾ, തെറ്റുകളും കുറ്റങ്ങളൊക്കെ ശിക്ഷിക്കേണ്ടടുത്ത് ശിക്ഷിച്ച്, സ്നേഹിക്കേണ്ടടുത്ത് സ്നേഹിച്ച്, വേണ്ടതുപോലെ അവരെ പരിരക്ഷിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അവനാണ് പതി. അപ്പോൾ അതല്ലെങ്കിൽ ആ ഭർത്താവല്ല എന്നൊക്കെ പറയും മഹാത്മാക്കളെ അനുസ്മരിച്ച് കേൾക്കുക. അപ്പോൾ നമ്മൾ അങ്ങനെ ആയിരിക്കണം. അപ്പോൾ ഇത് ഇവിടെ സാക്ഷാൽ ജഗൽപതിയെ തന്നെയാണ് മഹാലക്ഷ്മി ആയിട്ട് വന്ന ആ ദേവി പൂജിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഭഗവാൻ ആ ഭർത്താവ് ജലന്ധരൻ്റെ രൂപത്തിൽ ചെന്നു. എങ്ങനെയാണോ ഇവിടെ ശിവൻ്റെ രൂപത്തിൽ ചെന്ന്, അതുപോലെ ജലന്ധരൻ്റെ രൂപത്തിൽ ചെന്നിട്ട് പറഞ്ഞു ഞാനിതാ ശിവനെ ജയിച്ചു വന്നിരിക്കുകയാണ് എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞപ്പോൾ വേഗം ആ നിമിഷം ആ പൂജ ചെയ്തുകൊണ്ടിരുന്ന പൂജ നിർത്തിവെച്ചിട്ട് അവിടെ നിന്ന് എഴുന്നേറ്റ വഴി എന്തുണ്ടായിൻ്റെ താലി പൊട്ടി താഴെ വീണു എന്നുള്ളതാണ്. കാരണം ആ പൂജ നിർത്തിയ ഉടനെ തന്നെ ശക്തി ക്ഷയിച്ചപ്പോൾ അവിടെ ശിവൻ ജലന്ധരനെ വധിച്ചു. അപ്പോൾ ആരാണെന്ന് ചോദിക്കും. അപ്പോൾ പറയും ഞാൻ മഹാവിഷ്ണു ആണെന്ന് പറയും. അപ്പോൾ എൻ്റെ പാതിവൃത്യത്തെ എത്ര വലിയ ഈശ്വരനായാലും തെറ്റ് ചെയ്താൽ തെറ്റ് തന്നെയാണ്. എൻ്റെ പാതിവൃത്യത്തിനെ എൻ്റെ താലിച്ചരട് അറ്റ് വീണത് കണ്ട്, എൻ്റെ പാതിവൃത്യം ഞാൻ വിധവയാവണത് കണ്ടിട്ട് ഇങ്ങനെ കല്ല് പോലെ എൻ്റെ മുമ്പിൽ നിന്നില്ലേ, എന്നാൽ നീ അങ്ങ് കല്ലായിട്ട് തീരട്ടെ എന്ന് ശപിച്ചു അത്രേ. അങ്ങനെ ആ ഖണ്ഡകി നദിയിൽ വന്ന് വീണ ആ കല്ലാണ് സാളഗ്രാമം എന്ന് പറയും. അപ്പം ഭഗവാൻ പറയും ഇതെല്ലാം ഈശ്വരേച്ഛയാണ്. ആ കല്ല് പറയണു ലക്ഷ്മി എപ്പോഴും ഇരിക്കണത് ആരുടെ കൂടെയാണ്? ഭഗവാന്റെ കൂടെയാണ്, ലക്ഷ്മിയെ ചേർത്ത് വയ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ പറയണു നീ ഇവിടെ തുളസിയായിട്ട് ജനിക്കും. ആ തുളസിയായിട്ട് ജനിക്കുമ്പോൾ പൂജ ചെയ്യുന്നവർ ഈ ആരാണോ പൂജ ചെയ്തിട്ട് സാളഗ്രാമത്തിൽ പൂജ ചെയ്ത് തുളസി ആ സാളഗ്രാമത്തിൻ്റെ അത് ചന്ദനത്തോട് കൂടിയിട്ട് ചേർത്ത് വെച്ച് ആ തുളസി ഇങ്ങനെ വയ്ക്കും. ഇവിടെയൊക്കെ കണ്ടുണ്ടാവും ഭഗവാന്റെ വിഗ്രഹത്തിൽ തുളസി പൂജ ഇങ്ങനെ വയ്ക്കുന്നത്. അതുപോലെ ആ തുളസി കൊണ്ട് സാളഗ്രാമ പൂജ ചെയ്യണത് അവന് എല്ലാവിധത്തിലുള്ള ആ കർമ്മപ്രാരബ്ധങ്ങളും നേർന്ന് മുക്തി ലഭിക്കാൻ ഇടവരുന്നു പറഞ്ഞു. അങ്ങനെയാണ് സാളഗ്രാമത്തിൻ്റെ കഥ. ഈ പറഞ്ഞാണ് പേരുകൾ പൂർണ്ണമായിട്ട് ചിലതൊന്നും എനിക്കിങ്ങനെ ഓർമ്മ കിട്ടാത്ത കാരണം കൊണ്ടാണ് കേട്ടോ. പേരുകൾ അവിടെ ആ ലക്ഷ്മിയുടെ ഭാവത്തിലിരിക്കുന്ന ലക്ഷ്മി ആ രാജാവിൻ്റെ പുത്രിയായിരിക്കുമ്പോൾ അവിടെ ഒരു പേരുണ്ട്, അത് മനസ്സിൽ പെട്ടെന്ന് ഓർമ്മ വരണില്ല, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. അപ്പോൾ അങ്ങനെ ആ ജലന്ധരൻ്റെ കഥ അതാണ്, ജലന്ധരനായിട്ട്. അപ്പോൾ ഇതാണ് സാളഗ്രാമം ഉണ്ടായത്, അങ്ങനെയാണെന്ന് പറയണു. എന്തിനു വേണ്ടിയിട്ടാണ്? അത് ലോകോപകാരമായിട്ട് തീരും. ഇനി ഉള്ള ഭൂമിയിൽ എന്നെ സാക്ഷാൽ ഭഗവാൻ തന്നെയാണ് സാളഗ്രാമം, ഭഗവാൻ തന്നെയാണ് സാളഗ്രാമമായിട്ട് തന്നത്. അപ്പോൾ എന്നെ പ്രത്യക്ഷത്തിൽ സാളഗ്രാമം കാണാൻ സാധിക്കുക വെച്ചാൽ ഭഗവാന്റെ പ്രത്യക്ഷ ദർശനം എന്ന് തന്നെയാണ്. അപ്പോൾ ധാരാളം ക്ഷേത്രങ്ങളിലായാലും ഒക്കെ സാളഗ്രാമ പൂജ ധാരാളം ഉണ്ട്. അപ്പോൾ സാളഗ്രാമം കണ്ട് നമസ്കരിക്കാൻ സാധിച്ചാൽ വളരെയധികം നല്ലതാണ്. എന്താ സാളഗ്രാമ പൂജ, അതാണ് സാളഗ്രാമത്തിലെ, അങ്ങനെയാണ് പറയുന്നത്, സാളഗ്രാമത്തിൽ പൂജിക്കാൻ സാധിക്കും.
അങ്ങനെ ഏതിലായാലും വേണ്ടില്ല അത് ആ ഉത്തമം സാളഗ്രാമമാണ് വളരെ ഉത്തമം. പിന്നെ വേദത്തിലും ശാസ്ത്രത്തിലൊക്കെ പറഞ്ഞ വിധത്തിൽ കുളിച്ച് ശരീരത്തിൽ ദേഹശുദ്ധി വരുത്തിയിട്ട് ശരീരം മുഴുവനും ശരിക്കും പറയുക കളിമണ്ണ് കൊണ്ട്, അതായത് ദേഹബോധം ശരീരമാണ് ഞാൻ എന്നുള്ളത് മണ്ണായി തീരേണ്ടതാണ്. ആ ഒരു ദേഹബോധം ഇല്ലാണ്ടാവാൻ വേണ്ടിയിട്ട് കളിമണ്ണ് പൂശണം എന്ന് പറയും. അങ്ങനെ പിന്നെ മന്ത്രം ജപിച്ച് സന്ധ്യാവന്തനമൊക്കെ ചെയ്തിട്ട് ഭക്തിയോട് കൂടിയിട്ട് പൂജയും നിവേദ്യമൊക്കെ ചെയ്ത് ആചാര്യൻ സാക്ഷാൽ മഹാവിഷ്ണു ആണ് എന്നൊക്കെ സങ്കല്പിച്ചിട്ട് അങ്ങനെ പൂജ ചെയ്യണം. അത് കഴിഞ്ഞ് പിന്നെ അതൊക്കെ തുടച്ച് വൃത്തിയാക്കി പുഷ്പങ്ങളൊക്കെ ചാർത്തി എന്നെ പൂജിക്കുന്നവർക്ക് എല്ലാ അഭീഷ്ടങ്ങളും സാധിക്കും എന്ന് പറയണു. ആ പ്രതിമകളിൽ അലങ്കാരം ചെയ്യണത് എനിക്ക് ഏറ്റവും ഇഷ്ടമാണ്. അലങ്കാരപ്രിയോ വിഷ്ണു എന്നാ പറയുക. അലങ്കാരപ്രിയനാണ്. നമസ്കാരം എത്ര നമസ്കരിച്ചു വെച്ചാൽ അത്രയും നമസ്കാരപ്രിയനാണ് ശംഭു. അലങ്കാരപ്രിയനാണ് വിഷ്ണു. എത്ര നമ്മൾ നമസ്കരിക്കണമെന്ന് വെച്ചാൽ നമസ്കാരത്തിനാണ്. നാമം ജപിച്ച് ശിവനാമം ജപിച്ച് നമസ്കരിക്കുക, എത്ര നമസ്കരിക്കണോ അത്രയാണ് അത് പറയണു. അങ്ങനെയാണ് വേണ്ടത് എന്നുള്ളത്. അങ്ങനെ ആ കുറേ പൂജാവിധികളാണ്. ഇനി ഈ വരുന്ന ഭാഗങ്ങൾ കുറച്ച് ഭാഗങ്ങളൊന്ന് അനുസ്മരിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ബാക്കി നമുക്ക് പാരായണം ചെയ്യാം. വേദതന്ത്രോക്തങ്ങളായ മന്ത്രങ്ങൾ കൊണ്ടാതരാൽ അത് വായിച്ചു അല്ലേ. അഗ്നൗര്യജിക്ക ഹവിസ് കൊണ്ടാതരാൽ അർക്കനെ തണ്ടിലെത്തിങ്കലെന്നാകിലോ മുമ്പിലെ സർവപൂജാദ്രവ്യമായവ സമ്പാദനം ചെയ്തു വേണം തുടങ്ങുവാൻ. പിന്നെ പൂജ ചെയ്യാനിരിക്കുമ്പോൾ എല്ലാവിധത്തിൽ പൂജയ്ക്ക് വേണ്ടതൊക്കെ ഒരുക്കി വെച്ചിട്ട് വേണം ഇരിക്കാൻ. അത് ഇരുന്ന് പൂജ ചെയ്യണേ അയ്യോ അതെടുക്കാൻ മറന്നു ഇതെടുക്കാൻ മറന്നു എന്ന് പറഞ്ഞ് ഓടാൻ പാടില്ല. അങ്ങനെ ചെയ്യരുത്. എല്ലാം ഒരുക്കി വെച്ചിട്ട് വേണം പൂജ ചെയ്യാമെന്ന് പറയണം. അതായത് കർമ്മങ്ങളെ കൊണ്ട് നമ്മൾ ഈശ്വരനെ ആരാധിക്കുമ്പോൾ ആ കർമ്മത്തിൽ ചുതി വരാതിരിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. കർമ്മങ്ങളെ കൊണ്ടാണ് ഭഗവാനെ ആരാധന നടത്തണമെന്ന് വെച്ചാൽ ആ കർമ്മത്തിന് ഒരു വിധത്തിലും ചുതി വരാൻ പാടില്ല. അത് വന്നു കഴിഞ്ഞാൽ അത് കർമ്മദോഷമായിട്ട് തീരും. അതാണ് ഈ കർമ്മങ്ങൾ ചെയ്യുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. അതാണ് നമ്മളെപ്പോലെയുള്ള സാധാരണ മനുഷ്യർക്ക് നാമജപത്തിനെ വിധിച്ചിരിക്കുന്നത്. ഈശ്വര കഥകൾ കേൾക്കുക, ഈശ്വരനാമം ജപിക്കുക, ഈശ്വരൻ്റെ കീർത്തനങ്ങൾ പാടുക എന്നുള്ളത് നമ്മളെപ്പോലെയുള്ളവർക്ക് ഗൃഹസ്ഥാശ്രമികളായവർക്ക് വിധിച്ചിരിക്കുന്നത്. ഇത് ബ്രാഹ്മണന്മാരുടെ കാര്യം ആയിട്ടുള്ളതും പറയണു. അങ്ങനെ സാധാരണക്കാർക്ക് അതാണ് വിധി. ശ്രദ്ധയോടും കൂടെ വാരിയെന്നാകിലും ഭക്തനായുള്ളവൻ തന്നാൽ അതിപ്രിയം ഗന്ധപുഷ്പാക്ഷതാ ഭക്ഷ്യഭോജ്യാദികൾ എന്തു പിന്നെ പറയണമോ ഞാനെടോ. വസ്ത്രാജിന കുശാദ്യങ്ങളാൽ ആസനമുത്തമമായതു കൽപ്പിച്ചുകൊള്ളണം. ദേവസ്യ സമ്മുഖേ ശാന്തനായി ചെന്നിരുന്ന വിർമുദാലിപന്യാസം കഴിക്കണം. ചെയ്യുക തത്വന്യാസവും കേശവാദ്യേന ചെയ്യുക മമാ മൂർത്തിപഞ്ചരന്യാസവും പിന്നെ മന്ത്രന്യാസവും ചെയ്തു സാദരം തന്നെ മുമ്പിൽ വാമേ കലേശം വച്ചു ദക്ഷിണാഭാഗേ കുസുമാദികളെല്ലാം അക്ഷതാഭക്തിയൈവ സംഭരിച്ചിടണം. അർഘപാദ്യപ്രധാനമർത്ഥമായും മധുപർക്കാർത്ഥമാം ആജമനാർത്ഥമെന്നിങ്ങനെ പാത്രാചതുഷ്ടയവും വെച്ചുകൊള്ളണം. ചേർത്തു മറ്റൊന്നു നിരൂപണം കൂടാതെ മദ്ഗലം ജീവസംജ്ഞം തടീതുജ്വലം ഹൃത്കമാലേ ദൃഢം ധ്യാനിച്ചു കൊള്ളണം. പിന്നെ സ്വദേഹമഖീലം തയാ വ്യാപ്തം എന്നുറയ്ക്കണമിളക്കവും കൂടാതെ. ആ പൂജിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പറയണു അവനവൻ്റെ സ്വന്തം ദേഹത്തിൽ മുഴുവനും ആ ഈശ്വര ചൈതന്യം തന്നെയാണ് എന്നുള്ള ആ ബോധം മനസ്സിൽ ഉറച്ചുകൊണ്ട് വേണം പൂജ ചെയ്യാൻ. ഇപ്പോൾ ഇവിടെയൊക്കെ പൂജ ചെയ്യുമ്പോൾ എന്താ ചെയ്യുക, നമ്മൾ ആ പൂജ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഉള്ളിലിരിക്കുന്ന ആ ആത്മഭാവത്തിനെ ആ വിഗ്രഹത്തിലെങ്കിലേക്ക് ആവാഹിച്ചിട്ട് ആ വിഗ്രഹത്തിന് ചെയ്ത് അങ്ങനെയാണ് ഇവിടെ ക്ഷേത്രത്തിലൊക്കെ പൂജ ചെയ്യുമ്പോൾ നമ്മുടെ ഉള്ളിലിരിക്കുന്ന അതേ ഭഗവാൻ തന്നെയാണെന്നുള്ളൊരു സങ്കല്പമൊക്കെ വച്ചിട്ടാണ് ആ പൂജയ്ക്കൊക്കെ വിധികൾ അങ്ങനെയാണ്.
ആവാഹയൽ പ്രതിമാദിഷു മത്കലം ദേവസ്വരൂപമായി ധ്യാനിക്ക കേവലം ബാധ്യവുമർഘ്യം തഥാ ഇത്യാദ്യൈ പുനഃസ്നാനാവസ്ത്രവിഭൂഷണൈ എത്രയുണ്ടെന്നുള്ളതുപചാരമെന്നാൽ അത്രയും കൊള്ളാം എനിക്കെന്നതേയുള്ളൂ. ആഗമോക്തപ്രകാരേണ നീരാഞ്ജനൈ ധൂപദീപൈർനിവേദ്യൈർബഹുവിസ്തരേ ശ്രദ്ധയാ നിത്യമായി അർച്ചിച്ചുകൊള്ളുകിൽ ശ്രദ്ധയാ ഞാനും ഭുജിക്കുമറിയുക നീ. ഹോമമഗസ്ത്യോക്ത മാർഗ കൊണ്ടാനലേ മൂലമന്ത്രം കൊണ്ടു ചെയ്യാമതെന്നിയെ ഭക്ത്യാ പുരുഷ സൂക്തം കൊണ്ടു മാമെടോ ചെതതാരിങ്കൽ നിനക്യാകുമാര നീ. ഉപാസനഗ്നോ ജരുണ ഹവിഷാഥ സോപാധിനാ ജൈക ഹോമം മഹാമദേ തപ്തജാംബൂനദാപ്രഖ്യം മഹാപ്രഭം ദീപ്താഭരണ വിഭൂഷിതം കേവലം മാമേയ വന്യസന്നദ്ധം വന്യമധ്യസ്ഥിതം ധ്യാനിക്ക ഹോമകാലേ ഹൃദി ഭക്ത്യാ ബുധോത്തമൻ. ഹോമം ചെയ്യുമ്പോൾ ആ വന്യയിൽ സ്ഥിതി ചെയ്യണത് ഭഗവാനാണ് എന്ന് ധ്യാനിച്ചുകൊണ്ട് ഏതൊരു ഈശ്വരന് വേണ്ടിയിട്ടാണോ പല വിധത്തിലുള്ള ഹോമങ്ങൾ നടത്തുന്നുണ്ട്. അപ്പോൾ അതേത് ദേവിയാണെങ്കിൽ ചണ്ഡികാ ഹോമമൊക്കെ ദേവിക്കാണ് നടത്തുക. അപ്പോൾ അവിടെ ആ അഗ്നിയിൽ ആരാളുള്ളത് ദേവിയാണെന്ന് സങ്കല്പിക്കണം. ഗണപതി ഹവനം നടത്തുമ്പോൾ ഗണപതിയാണെന്ന് സങ്കല്പിക്കണം. സുദർശന ഹോമം നടക്കുമ്പോൾ ഭഗവാനാണെന്ന് സങ്കല്പിക്കുക. അഗ്നിയിൽ ചെയ്യുമ്പോൾ അതാണ് ഭഗവാൻ സങ്കല്പിക്കണം. ഹോമശേഷത്തെ സമാപയേ മന്ത്രവിദ് ഭക്ത്യാ ജപിച്ചു മാം ധ്യാനിച്ചു മൗനിയായി വക്താവാസം നാഗവല്ലീതലാദിയും തത്വാമദഗ്രേ മത്പ്രീതിപൂർവകം നൃത്തഗീതസ്തുതി പാടാദിയും ചെയ്തു പാദാംബുജേ നമസ്കാരവും ചെയ്തുടൻ. പറയുന്നു ഹരേ കൃഷ്ണ രാധേശ്യാം. നമ്മുടെ മുല്ലോർലിത്തേവരുടെ മേൽശാന്തിയുടെ അനിയന് ചോറ്റാനിക്കര മേൽശാന്തിയായിട്ട് അമ്മ അവിടെ സ്വീകരിച്ചേക്കണു. അപ്പം അമ്മയെ പൂജ ചെയ്ത് കഴിയാനുള്ളൊരു ഭാഗ്യം കിട്ടി എന്നുള്ള സന്തോഷ വാർത്ത അതിനിടയിൽ അദ്ദേഹം പോവുകയാണ്. അതുകൊണ്ടാണ് വായനയുടെ ഇടയിൽ പറഞ്ഞത്. അപ്പോൾ എല്ലാവർക്കും എല്ലാം ഇപ്പോൾ ഇനിയിപ്പോൾ അതൊരു സന്തോഷമാണ് അല്ലേ. അപ്പോൾ ആ ഒരു അനുഗ്രഹം കൂടി നമുക്ക് ഉണ്ടാവും അല്ലേ. നമ്മൾ അത് അമ്മയും നമ്മുടെ കൂടെ ഉണ്ട് എന്നുള്ള ഒരു അനുഗ്രഹം കൂടി. ഹരേ കൃഷ്ണ. മദ്ദത്തമാകും പ്രസാദത്തെയും പുനരുത്തമാങ്കേ നിധായാനന്ദപൂർവകം രക്ഷമാം ഘോര സംസാരാദി മുഹൂരുക്ത നമസ്കാരവും ചെയ്തൊരനന്തരം ഉദ്വസിപ്പിച്ചുടൻ പ്രത്യങ്മനസിംഗ ഇഥം ദിനാമനു പൂജിക്ക മത്സഖേ. ഭക്തി സംയുക്തനായുള്ള മർത്യൻ മുതാ നിത്യമേവം ക്രിയായോഗമനുഷ്ഠിക്കിൽ ദേഹനാശേ മമ സാരൂപ്യവും വരും ഐഹിക സൗഖ്യങ്ങളെന്തു ചൊല്ലേണമോ. ഇത് ക്രിയാമാർഗങ്ങളാണ്. അത് ക്രിയാമാർഗങ്ങൾ പറയുമ്പോൾ നമ്മൾ ആ അത് നമ്മൾ സ്വീകരിക്കുകയാണെങ്കിൽ അത് പറഞ്ഞ പോലെ തന്നെ തെറ്റുകളൊന്നും കൂടാതെ കണ്ട് എല്ലാ കാര്യങ്ങളും വേണ്ടതുപോലെ അനുഷ്ഠിക്കുന്നവന് വേണ്ടിയിട്ടുള്ള ക്രിയാമാർഗത്തിൽ പോകുമ്പോൾ അത് വളരെയധികം ശ്രദ്ധയാണ്. എവിടെയും പിഴവ് വരാണ്ട് നമ്മൾ ശ്രദ്ധിക്കണം. ഇഥം മയോക്തം ക്രിയായോഗമുത്തമം ഭക്തിയാ പഠിക്കതൻ കേൾക്കതാൻ ചെയ്യിലോ നിത്യപൂജാഫലമുണ്ടവനെന്നതും ഭക്തപ്രിയനരുൾ ചെയ്താനതു നേരം. ശേഷാംശജാതനം ലക്ഷ്മണൻ തന്നോട് ശേഷാമിതാമരുൾ ചെയ്തോരനന്തരം മായാമയനായ നാരായണൻ പരൻ മായാമവലംബ്യ ദുഃഖം തുടങ്ങിനൻ. ഹാജനകാത്മജേ സീതേ മനോഹരേ ഹാജകൻ മോഹിനീനാഥേ മമ പ്രിയേ
ഏവമാതിപ്രലാപം ചെയ്തു നിദ്രയും ദേവദേവനോ വരാതെ ചമഞ്ഞിതു സൗമിത്രി തന്നോട് വാക്യാമതം കൊണ്ടു സൗഖ്യമോടു മരുവും ജിലാനേരം ഇങ്ങനെ വാഴുന്ന കാലാമരൂദിനാമങ്ങ് കിഷ്കിന്താപുരത്തിങ്കൽ വാഴുന്ന സുഗ്രീവനോടു പറഞ്ഞു പവനജനഗ്രേ വണങ്ങിനാനേ കാന്തമാം വണ്ണം കേൾക്കാ കബീന്ദ്ര നിനക്കു ഹിതങ്ങളാം വാക്കുകൾ ഞാൻ പറയുന്നവ സാദരം നിന്നുടെ കാര്യം വരുത്തി രഘുത്തമൻ മുന്നമേ സത്യവ്രതൻ പുരുഷോത്തമൻ പിന്നെ നീയോ നിരൂപിച്ചില്ലതേതുമേ എന്നോടെ മാനസേ തോന്നുന്നതിന്നഹോ ബാലി മഹാബലവാൻ കവിപൊങ്കവൻ ത്രൈലോക്യ സമ്മതൻ ദേവരാജാത്മജൻ നിന്നുടെ മൂലം മരിച്ചു ബലാലവൻ മുന്നമേ കാര്യം വരുത്തി കൊടുത്തിതു രാജാഭിഷേകവും ചെയ്തു മഹാജന പൂജ്യനായി താരയുമായിരുന്നിടു നീ എത്ര നാളുണ്ടിരിപ്പിങ്ങനെ എന്നതും ചിത്രത്തിലുണ്ട് തോന്നുന്നു ധരിക്ക നീ അദ്യവാശോവാ പരശോധവാ തവ മൃത്യു ഭവിക്കുമതീനില്ല സംശയം പ്രതിഭാകാരം മറക്കുന്ന പുരുഷൻ ചത്തതീനൊക്കുമേ ജീവിച്ചിരിക്കലും പർവ്വതാഗ്രേ നിജാസോദരൻ തന്നോട് ഉർവീശ്വരൻ പരീതാപേന വാഴുന്നു നിന്നെയും പാർത്തു പറഞ്ഞ സമയവും വന്നതും നീയോ ധരിച്ചതില്ലേതുമേ വാനരാഭാവേന മാനിനീ ശക്തനായി പാനവും ചെയ്തു മതി മറന്നന്വഹം രാപ്പകലും അറിയാതെ വസിക്കുന്ന കോപ്പുകൾ എത്രയും നന്നിങ്ങനെ അഗ്രജനായ ശക്രാത്മജനെ പോലെ നിഗ്രഹിച്ചിടും ഭവാനെയും നിർണയം അഞ്ജനാനന്ദനൻ തന്നോടെ വാക്കുകേട്ട് അഞ്ജസാഭീതനായ ഒരു സുഗ്രീവനും ഉത്തരമായവൻ തന്നോട് ചൊല്ലിനാൻ സത്യമത്തെ നീ പറഞ്ഞതു നിർണയം ഇത്തരം ചൊല്ലും അമാത്യനുണ്ടെങ്കിലോ പൃഥ്വീശനാപത്തു ഒത്തുകയില്ലല്ലോ സത്വരാമനുടെ ആജ്ഞയോടും ഭാൻ പത്തു ദിക്കിങ്കലേക്കുമയച്ചിടണം സപ്താദീപസ്ഥിതന്മാരായ വാനരാസത്തമന്മാരെ വരുത്തുവാനായി ദ്രുതം നേരെ 10,000 കപിവീരരെ പാരാതയയ്ക്ക സന്ദേശപത്രത്തോടും പക്ഷത്തിനുള്ളിൽ വരണം കപികുലം പക്ഷം കഴിഞ്ഞു വരുന്നതെന്നാകിലോ വന്ധ്യനവാനദീനിൽ ഒരു സംശയം സത്യം പറഞ്ഞാൽ ഇളക്കമില്ലേതുമേ അഞ്ജനാപുത്രനോടിത്തം നിയോഗിച്ചു മഞ്ജുളാ മന്ദിരം ബുക്കിരുന്നീടിനാൻ ഭർതൃനിയോഗം പുരസ്കൃത്യ മാരുതാപുത്രനും വാനരാസത്തമന്മാരെയും 10 ദിക്കിന്നു മയച്ചാൻ അഭിമതാദത്തപൂർവം കവീന്ദ്രന്മാരോ മന്നേരം വായുവേഗ പ്രചാരേണ കവികുല നായകന്മാരെ വരുത്തുവാനായി മുത പോയിതു ദാനാമനാദി തൃത്താത്മന മായാമനുഷ്യകാര്യാർത്ഥമതിദ്രുതം ജാനകീ ജീവനസ്മരണം രാമനും പർവ്വതാമൂർത്തി ദുഃഖിച്ചു ഭാമിനിയോട് പിരിഞ്ഞു വാഴും വിധോതാപേന ലക്ഷ്മണൻ തന്നോട് ചൊല്ലിനാൻ പാപമയ്യോ മമ കൺകാകുമാര നീ ജാനകി ദേവി മരിച്ചിതോ കുത്രജിൽ മാനസാതാപേന ജീവിച്ചിരിക്കിലോ നിശ്ചയാമേതും അറിഞ്ഞതുമില്ലല്ലോ കശ്ചിത് പുരുഷൻ എന്നോട് സംപ്രീതനായി ജീവിച്ചിരിക്കുന്നിതെന്നു ചൊല്ലിയിടുകിൽ കേവലമെത്രയും ഇഷ്ടനവൻ മമ എങ്ങാനുമുണ്ടിരിക്കുന്നതെന്നാകിൽ ഞാനിങ്ങു ബലാൽ കൊണ്ടുപോരുവൻ നിർണയം ജാനകി ദേവിയെ കട്ടകള്ളൻ തന്നെ മാനസാകോപേന നഷ്ടമാക്കിയിടുവിൻ വംശവും കൂടെ ഒടുക്കുന്നതുണ്ടൊരു സംശയവാമേതും മതിയിനില്ല നിർണയം എന്നെയും കാണാഞ്ഞു ദുഃഖിച്ചിരിക്കുന്ന നിന്നെ ഞാൻ എന്നിനി കാണുന്നു വല്ലഭേ ചന്ദ്രാനനെ നീ വിരിഞ്ഞതു കാരണം ചന്ദ്രനും ആദിത്യനെ പോലെയായതു ചന്ദ്രശീതാംശുക്കളാലവളെ ചെന്നു മന്ദം തലോടിത്തലോടിത്തതാ വന്നു തടവിടുക എന്നെയും സാദരം നിന്നുടെ ഗോത്രജയല്ലോ ജനഗജ സുഗ്രീവനും ദയാഹീനൻ അത്രേ തുലം ദുഃഖിതനാം എന്നെയും മറന്നാനല്ലോ നിഷ്കണ്ടകം രാജ്യമാശു ലഭിച്ചവൻ വൈക്കന്യമാരോടുകൂടി ദിവാനിശം മദ്യപാനാസക്തചിത്തനം കാമുകൻ വ്യക്തം കൃതജ്ഞനത്രേ സുമിത്രാത്മജ വന്നു ശരത്കാലമെന്നതു കണ്ടവൻ വന്നീലയല്ലോ പറഞ്ഞവണ്ണം സഖേ അന്വേഷണം ചെയ്തു സീതാധിവാസവുമെന്നോ ഇന്നേടമെന്നറിഞ്ഞിടുവാനായവൻ പൂർവോപകാരിയാമെന്നെ മറക്കയാൽ
പൂർവാനവൻ കൃതജ്ഞന്മാരിൽ നിർണയം ഇഷ്ടരായുള്ള ജനത്തെ മറക്കുന്ന ദുഷ്ടരിൽ മുമ്പുണ്ട് സുഗ്രീവനോർക്ക നീ കിഷ്കിന്ധയോടും ബന്ധുക്കളോടും കൂടെ മർക്കട ശ്രേഷ്ഠനെ നിഗ്രഹിച്ചിടുവൻ അഗ്രജാമാർഗം ഗമിക്കണമെന്നിനി സുഗ്രീവനും മദീനില്ലൊരു സംശയം മിഥാമരുൾ ചെയ്ത് രാഘവാനാടൊതിക്രുദ്ധനായ ഒരു സൗമിത്രി ചൊല്ലിയിടിനൻ വന്ധ്യനായേനൊരു സുഗ്രീവനെ സത്വരം ഹത്വാവിടകൊൾവൻ അധ്യാതവാന്തികം ആജ്ഞാപയാമാശു മാം എന്നു പറഞ്ഞതീ പ്രജ്ഞനായൊരു സുമിത്രാതനയനം ആദായ ചാപതുണീരകണ്ഠങ്ങളും ക്രോധേന ഗന്ധൂമഭ്യൂദ്യൂതം സോദരം കണ്ടു രഘൂപതി ചൊല്ലിനാൻ പിന്നെയും ഉണ്ടൊന്നു നിന്നോട് ഇനിയും പറയുന്നു ഹന്തവ്യനല്ല സുഗ്രീവൻ മമാസഖി കിന്തു ഭയപ്പെടുത്തിയിടുകയെന്നേ വരൂ ബാലിയെപ്പോലെ നിനക്കും വിരാവോടു കാലാപുരത്തിനു പോകാമറിയുക നീ ധാമവനോടു ചെന്നു ചൊന്നാലതീനുത്തരം ചൊല്ലുന്നതും കേട്ടുകൊണ്ടു നീ വേഗേന വന്നാലതീനനുരൂപമായ ഗുദാമോർത്തു കർത്തവ്യാമനന്തര അഗ്രജാമാജ്ഞയാ സൗമിത്രി സത്വരം സുഗ്രീവരാജ്യം പ്രതി നടന്നിടിനൻ കിഷ്കിന്ധയോടും ദഹിച്ചു പോമപ്പോഴേ വർക്കടാജാതികൾ എന്നു തോന്നും വണ്ണം വിജ്ഞാനമൂർത്തി സർവജ്ഞനാനാകുലൻ അജ്ഞാനിയായുള്ള മനുഷ്യനെ പോലെ ദുഃഖസുഖാദികൾ കൈക്കൊണ്ടു വർത്തിച്ചു ദുഷ്കൃതാശാന്തി ലോകത്തിനുണ്ടാക്കുവാൻ മുന്നം ദശരഥൻ ചെയ്ത തപോബലം തന്നെ സിദ്ധി വരുത്തിക്കൊടുപ്പാനും പങ്കജാസംഭവാനാദികൾക്കുണ്ടായ സങ്കടം തീർത്തു രക്ഷിച്ചു കൊടുപ്പാനും മാനുഷാവേഷം ധരിച്ച പരാപരൻ ആനന്ദമൂർത്തി ജഗന്മയനീശ്വരൻ നാനാജനങ്ങളും മായയാ മോഹിച്ചു മാനസാമജ്ഞാന സംയുതമാകയാൽ മോക്ഷം വരുത്തുന്നതെങ്ങനെ ഞാനെന്നു സാക്ഷാൽ മഹാവിഷ്ണു ചിന്തിച്ചു കൽപ്പിച്ചു സർവാജകൻ മോഹനാശിനിയാകിയ ദിവ്യാകഥയെ പ്രസിദ്ധയാക്കൂയഥാ രാമനായി മാനുഷ്യ വ്യാപാരജാതയം രാമായണാഭിധാം ആനന്ദദായിനിയും സൽക്കഥാമി പ്രപഞ്ചത്തിലൊക്കവേ വിഖ്യാതയാക്കുവാൻ ആനന്ദപുരുഷൻ ക്രോധവും മോഹവും കാമവും ത്യാഗവും ഖേദാദിയും വ്യവഹാരാർത്ഥസിദ്ധയെ തത്ക്രിയാകാലദേശോചിതം നിജ ചിത്തേ പരിഗ്രഹിച്ചിടിനാനീശ്വരൻ സത്വാദികളം ഗുണങ്ങളാൽ താൻ അനുരക്തനെ പോലെ ഭവിക്കുന്നു നിർഗുണൻ വിജ്ഞാനമൂർത്തിയാം സാക്ഷി സുഖാത്മകൻ വിജ്ഞാനശക്തിമാൻ അവ്യക്തൻ അദ്വയൻ കാമാദികളാൽ ഹരേ കൃഷ്ണ കാമാദികളാൽ വിലിപ്തൻ അവ്യയൻ വ്യോമവൻ വ്യാപ്തനന്ദനാമയൻ മുനീശ്വരന്മാർ സനകാദികൾ സർവാത്മകനെ ചിലരറിഞ്ഞിടുവോർ നിർമ്മലാത്മാക്കളായുള്ള ഭക്തന്മാർക്കോ സമ്യക് പ്രബോധമുണ്ടാമെന്നു ചൊല്ലുന്നു ഭക്തചിത്താനുസാരേണ സഞ്ജായതേ മുക്തിപ്രദൻ മുനി വൃന്ദാനിഷേവിതൻ ജാനകി ജീവനസ്മരണം. കിഷ്കിന്ധയാം നഗരാന്തികം പ്രാപിച്ചു ലക്ഷ്മണനും ചെറുഞാണോലിയും ഇട്ടു മാർക്കടന്മാരവനെ കണ്ടു പേടിച്ചു ചക്രൂകിലൂകില ശബ്ദം വരവശാൽ വിപ്രോപരി പാഞ്ഞു കല്ലും മരങ്ങളും വിഭ്രമത്തോട് കയ്യിൽ പിടിച്ചവരും പേടിച്ചു മൂത്രാമലങ്ങൾ വിസർജിച്ചു ചാടിത്തുടങ്ങിനാരങ്ങും ഇങ്ങും ദ്രുതം മർക്കടക്കൂട്ടത്തെയൊക്കെ ഒടുക്കുവാൻ അഭ്യുതനായ സൗമിത്രി വില്ലും കുഴിയെ കുലച്ചു വലിച്ചിതു വല്ലൂകവൃന്ദവും വല്ലാതെയായതു ലക്ഷ്മണനാഗതനായി അതറിഞ്ഞിത
അറിഞ്ഞതാ തൽക്ഷണമംഗതനോടി വന്നിടിനാൻ ശാഖാമൃഗങ്ങളെ അട്ടിക്കളഞ്ഞുതാൻ ഏകനായി ചെന്നു നമസ്കരിച്ചിടിനാൻ പ്രീതനായ ആശ്ലേഷവും ചെയ്തവനോടു ജാതമോദം സുമിത്രാത്മജൻ ചൊല്ലിനാൻ ഗച്ഛവത്സവത്വം പിതൃവ്യനെ കണ്ടു ചൊല്ലി ചെയ്ത കാര്യം പിഴയ്ക്കുമെന്നാശു നീ ഇച്ഛയായുള്ളതു ചെയ്ത മിത്രത്തെ വഞ്ചിച്ചാൽ അനർത്ഥമവിളംബിതം വരും. ഉഗ്രനാമഗ്രജനോടെന്നരുൾ ചെയ്തു നിഗ്രഹിച്ചിടുവാൻ സുഗ്രീവനേഷണാൽ അഗ്രജാമാർഗം ഗമിക്കണമെന്നുണ്ട് സുഗ്രീവനുൾക്കാമ്പില് എങ്കിൽ അതേ വരൂ എന്നരുൾ ചെയ്തു ചെന്നു പറകന്നു. ചെന്നതു കേട്ടൊരു ബാലീതനയനും തന്നുള്ളിലുണ്ടായ ഭീതിയോടും അവൻ ചെന്നു സുഗ്രീവനെ വന്ദിച്ചു ചൊല്ലിനാൻ കോപേണ ലക്ഷ്മണൻ വനിതാ നിൽക്കുന്നു ഗോപുരദ്വാരി പുറത്തു ഭാഗത്തിനീ കാപേയ ഭാവം കളഞ്ഞു വന്ദിക്ക ചെന്ന ഭക്ത അല്ലായിലുണ്ടായി വരും ദൃഢം സന്ത്രസ്തനായ സുഗ്രീവനതു കേട്ടു വന്ദിപ്രവരമരുതി തന്നോട് ചിന്തിച്ചു ചൊല്ലാൻ അംഗതനോടുകൂടെ അന്തികെ ചെന്നു വന്ദിക്ക സൗമിത്രിയെ സന്തുലനം ചെയ്ത് കൂട്ടിക്കൊണ്ടുപോരുക. ശാന്തനായൊരു സുമിത്രാതനയനെ മാരുതിയെ പറഞ്ഞ് വാമയച്ചതാ താരയോടർക്കാത്മജൻ പറഞ്ഞിടിനാൻ താരാധിപാനനെ പോകേണമാശു നീ താരേ മനോഹരേ ലക്ഷ്മണൻ തന്നെ ചാരത്തു ചെന്നു കോപത്തെ ശമിപ്പിക്ക സാരവാക്യങ്ങളാൽ പിന്നെ നീ കൂട്ടിക്കൊണ്ടിങ്ങു പോന്നെന്നെയും വേഗേന കാട്ടി കലൂഷഭാവത്തെയും നീക്കണം. ഇത്തമക്കാത്മജൻ വാക്കുകൾ കേട്ടവൾ മധ്യകക്ഷ്യം പ്രവേശിച്ചു നിന്നിടിനാൻ. താരാതനയനും മാരുതിയും കൂടി ശ്രീരാമസോദരൻ തന്നെ വഴങ്ങിനാർ. ഭക്തിയാകുശാല പ്രശ്നങ്ങളും ചെയ്തു സൗമിത്രിയോടഞ്ജനാനന്ദനൻ ചൊല്ലിനാൻ. എന്തു പുറത്തു ഭാഗേ നിന്നരുളുവാൻ അന്തപുരത്തിലമ്മാരെഴുന്നള്ളണം രാജധാരങ്ങളോടും നഗരാഭയും രാജാവ് സുഗ്രീവനെയും കനിയോടു കണ്ടു പറഞ്ഞാൽ അന്തരം നാഥനെ കണ്ടു വണങ്ങിയാൽ സാധ്യമെല്ലാം ദ്രുതം യുദ്ധം പറഞ്ഞു കൈയും പിടിച്ചാശു സൗമിത്രിയോട് മന്ദം നടന്നിതു. യൂഥപന്മാർ മരു വീടും മണിമയ സൗധങ്ങളും പുരീശോഭയും കണ്ടാനന്ദം ഉൾക്കൊണ്ട് മധ്യകാംക്ഷം ചെന്നു മാനിച്ചു നിന്ന നേരത്ത് കാണായി വന്നു താരേശതുല്യമുഖിയായ മാനിനി താരാജഗന്മഹനോ മോഹിനി സുന്ദരി ലക്ഷ്മി സമാനയാൽ നിൽക്കുന്ന നേരം ലക്ഷ്മണൻ തന്നെ വണങ്ങി വിനീതനായി സസ്മിതം പൂണ്ടു ചെന്നാൾ അഹോ തവ മന്ദിരാമായിതെന്നറിഞ്ഞില്ലയോ ഭക്തനാമെത്രയും ഉത്തമനായി തവ ഭൃത്യനായൊരു കവീന്ദ്രനോടിങ്ങനെ കോപമുണ്ടായാൽ അവൻ എന്തൊരു ഗതി ചാബല്യമേറുമിജ്ജാതികൾ കോർക്കണം. മർക്കടാവീരൻ ബഹുകാലമുണ്ടല്ലോ ദുഃഖമനുഭവിച്ചിടുന്നു ദീനനായി ഇക്കാലമാശു ഭവത്കൃപയാ പരിരക്ഷിതനാകയാൽ സൗഖ്യം കലർന്നവൻ വാണാനതും വിപരീതമാക്കിയിടായിക വേണം ദയാനിധേ ഭക്തപരായണ. നാനാദിഗന്ധരം തോറും വരുന്ന വാനരന്മാരെ വരുത്തുവാനായവൻ 10,000 ദൂതന്മാരെ വിട്ടിതു 10 ദിക്കിന്നും കബീകുല പ്രൗഢരും വന്നു നിറഞ്ഞതു കാൺകിവിടെ ഒന്നിനും ദണ്ഡാമിനിക്കില്ല നിർണയം നക്തഞ്ചരാകുലമൊക്കെയൊടുക്കുവാൻ ശക്തരത്രേ കബീസത്തമന്മാരെല്ലാം പുത്രാകളത്ര മിത്രാന്യുതനാകിയ ഭൃത്യനം സുഗ്രീവനെ കണ്ടവനുമായി ശ്രീരാമദേവപാദാംബുജം വന്ദിച്ചു കാര്യവുമാശു സാധിക്കാമറിഞ്ഞാലും താരാവചനമേവം കേട്ടു ലക്ഷ്മണൻ പാരാതെ ചെന്നു സുഗ്രീവനെയും കണ്ടു സത്രവം വിസ്തനായ സുഗ്രീവനും സത്വരാമുദ്ധാനവും ചെയ്തു വന്ദിച്ചു ഉത്തമനായി മത്തനായി വിഹുലേദക്ഷണാനാം കബീസത്തമാനെ കണ്ടു കോപേണ ലക്ഷ്മണൻ മിത്രാത്മജനോട് ചൊല്ലിനാൻ നീ രഘുസത്തമൻ തന്നെ മറന്നതെന്തിങ്ങനെ വൃത്രാരിപുത്രനെ കൊന്ന ശരമാര്യപുത്രൻ കരസ്ഥിതമെന്നു അറിയുക നീ. അഗ്രജാമാർഗം ഗമിക്കയാൽ ആഗ്രഹം സുഗ്രീവനുണ്ടെന്നു നാഥാനരുൾ ചെയ്തു. ഇത്തരം സൗമിത്രികെ ചൊന്നതു കേട്ടതിന്നുത്തരം മാരുത പുത്രനും ചൊല്ലിനാൻ.
ഇഥാമരുൾ ചെയ്വതിനെന്തൊരു കാരണം ഭക്തനേറ്റം പുരുഷോത്തമങ്കൽ കബീസത്തവനോർക്കിൽ സുമിത്രാത്മജനിലും സത്യവും ലംഘിക്കയില്ല കബീശ്വരൻ രാമകാര്യാർത്ഥം ഉണർന്നിരിക്കുന്നിതു താമസാമെന്നിയെ വാനരാപുങ്കവൻ വിസ്മൃതനായിരുന്നിടുകില്ലേതും വിസ്മയാമമ്മാറു കണ്ടീലയോ ഭവൻ വേഗേന നാനാദിഗന്ധരത്തിങ്കൽ നിന്നഗതന്മാരായ വാനരാവീരതേ അശേഷേണ സാധിക്കും അമയാമെന്നിയെ വാനരാനായകർ മാരുതി ചെന്നതു കേട്ടു സൗമിത്രിയും മാരൂഢലജ്ജനായി നിൽക്കും ദശാന്തരെ സുഗ്രീവൻ അർഘ്യവാദ്യാദ്യേന പൂജ ചെയ്തു ഉത്തമാഗ്രേ വീണ്ടും വണങ്ങിനാൻ ശ്രീരാമദാസോഹമാഹന്തരാഘവ കാരുണ്യലേശേന രക്ഷിതാനദ്യ ഞാൻ ലോകത്രയത്തെ ക്ഷണാർത്ഥമാത്രം കൊണ്ടു രാഘവൻ തന്നെ ജയിക്കുമല്ലോ ബലാൽ സേവാർത്ഥമോർക്കിൽ സഹായമാത്രം ഞങ്ങളേവരും തന്നെ യോഗത്തെ വഹിക്കുന്നു. അർക്കാത്മജൻ മൊഴി കേട്ടു സൗമിത്രിയും ഉൾക്കാമ്പലിഞ്ഞവനോട് ചൊല്ലിയിടിനാൻ ദുഃഖേന ഞാൻ പൗരുഷങ്ങൾ പറഞ്ഞതും ഒക്കെ ക്ഷമിക്കാം മഹാഭാഗനല്ലോ നീ നിങ്കൽ പ്രണയാധികമുണ്ടാകയാൽ സങ്കടം കൊണ്ടു പറഞ്ഞിതു ഞാനെടോ വൈകാതെ പോകാവനത്തിന്നു നാമിനി രാഘവൻ താനേ വസിക്കുന്നതുമെടോ ജാനകി ജീവനസ്മരണം ജയ ജയ രാമ രാമ. ആ ക്രിയാമാർഗോപദേശം കഴിഞ്ഞിട്ട് പിന്നെന്താ, ആ രാമൻ സാധാരണ മനുഷ്യനെ പോലെ സങ്കടപ്പെടാൻ തുടങ്ങി. രാമൻ സങ്കടപ്പെടാൻ തുടങ്ങിയിട്ട് പറഞ്ഞു, ഈശ്വര എൻ്റെ ഒരു കഷ്ടം, ഞാനിതാ എത്ര എൻ്റെ ആ പാപത്തിൻ്റെ ശക്തി എത്രയുണ്ട്, സീതാദേവി മരിച്ചിട്ടുണ്ടോ ജീവിച്ചിരിക്കുന്നുണ്ടോ എന്നൊന്നും അറിയില്ലല്ലോ, എവിടെയാണെന്നൊന്നും അറിയില്ല, അവൾ എവിടെയെങ്കിലും ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ ആരെങ്കിലും അല്ലേ നമുക്ക് സങ്കടം വരുമ്പോൾ നമ്മൾ പറയണം അതേപോലെ പറയണം. അങ്ങനെ ആരെങ്കിലും ഒരാൾ വന്ന് നമുക്ക് ചിലപ്പോൾ ചില കാര്യങ്ങളിൽ ആരെങ്കിലും ഒരാൾ വന്ന് നമ്മളോടൊന്ന് പറഞ്ഞെങ്കിൽ എന്നൊക്കെ തോന്നുന്ന ഒരവസ്ഥയുണ്ടല്ലോ, അതേ നമ്മുടെ ഭാവം ശ്രീരാമചന്ദ്ര പ്രഭു അതേ ഭാവത്തിൽ അവിടെ പറയണം. ആരെങ്കിലും വന്ന് പറഞ്ഞെങ്കിൽ അവനെൻ്റെ ഇഷ്ടനായിട്ട് തീരും. എവിടെയെങ്കിലും ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ സീതയെ മോഷ്ടിച്ചുകൊണ്ടോ ഈ കള്ളനെ ഞാൻ വധിക്കും, അവൻ്റെ വംശം പോലും ഉണ്ടാക്കരുത് ശേഷിക്കില്ല എന്നൊക്കെ പറഞ്ഞ് കരയണം. എന്നിട്ട് പറയണോ എവിടെയാണ് ഇരിക്കണേ സീത, എനിക്ക് ചന്ദ്രപ്രകാശം പോലും എനിക്ക് സൂര്യപ്രകാശം പോലെ താപത്തിനെ നൽകണം, ദുഃഖം കൊണ്ട് നിന്നെ കാണാത്തത് കൊണ്ട് എന്നൊക്കെ പറഞ്ഞ് കരയണം. അങ്ങനെ പറയണു. ഈ ശരത്കാലെത്തിയിട്ടും ലക്ഷ്മണ ശരത്കാലെത്തിയിട്ടും അവിടെ നിന്ന് സുഗ്രീവൻ രക്ഷിക്കുക ഒന്നും ചെയ്തില്ലല്ലോ. ഇഷ്ടജനത്തെ മറക്കുക എന്ന് പറഞ്ഞാൽ അത് അത്രയും നന്ദി കെട്ട ആളാണ്. അപ്പോൾ അങ്ങനെ ആ നന്ദി കെട്ടവരിൽ ഏറ്റവും അഗ്രഗണ്യം തന്നെയാണ് സുഗ്രീവൻ, അല്ലെങ്കിൽ എന്നോട് ഇങ്ങനെയൊക്കെ ചെയ്യുമോ. അപ്പോൾ അതുകൊണ്ട് അപ്പോൾ ആ ദേഷ്യത്തിന് പറയണ ഞാൻ കിഷ്കിന്ധയും സുഗ്രീവനെയൊക്കെ വധിച്ച് നശിപ്പിക്കാൻ പോവുകയാണെന്ന് പറയണു. അത് കണ്ടപ്പോഴേക്കും അതും ഭഗവാൻ ഓരോന്നും എന്തിനാ അപ്പം ഭഗവാൻ അങ്ങനെ പറയണേ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ആ ലക്ഷ്മണന് ഉപദേശം കൊടുത്തിട്ടുണ്ടല്ലേ, ക്രോധം പരിത്യജിക്കണം ബുധജനം, ആ ക്രോധം അടങ്ങിയിട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അപ്പം നമുക്ക് ഇടയ്ക്ക് ഭഗവാൻ എന്തെങ്കിലും നമ്മുടെ മുമ്പിൽ ഇങ്ങനെ ഓരോ പരീക്ഷണങ്ങൾ തന്നിട്ട് നമുക്ക് ക്രോധം വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കുക ക്രോധം അടങ്ങിയിട്ടില്ല. ഇനിയും നമുക്ക് നമ്മുടെ ഇന്ദ്രിയ നിഗ്രഹമൊന്നും വന്നിട്ടില്ല, ഇനിയുണ്ട്, ഒന്നും ആയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് കുട്ടികളുടെ പോലെയാണ് നമ്മളെ 100 പ്രാവശ്യം ഇമ്പോസ് ചെയ്തണം എന്ന് പറയും. 5 പ്രാവശ്യം നമ്മൾക്ക് എണ്ണി നോക്കാം, 5, പിന്നെ 5 എണ്ണ എന്നിട്ട് എണ്ണി നോക്കും 10. കാരണം നമുക്ക് അങ്ങോട്ട് ക്ഷമയില്ല. അതുപോലെയാണ് അയ്യോ എന്ന് എണ്ണി നോക്കും. അപ്പോൾ എത്രയോ 100 തികയണ വരെ എന്നെ കാത്തിരിക്കണം, എന്നാലല്ലേ 100 ആവുള്ളൂ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ആയിട്ടില്ല കേട്ടോ എന്ന് ഭഗവാൻ നമ്മളെ കാണിച്ചു തരും. അവിടെ അങ്ങനെ അങ്ങോട്ട് പറഞ്ഞ ഉടനെ തന്നെ അതികോപം ഉണ്ടായിട്ട് ലക്ഷ്മണൻ പറയണു, ആ സുഗ്രീവനെ ഞാൻ വധിച്ചിട്ട് വരാം, എനിക്ക് ആജ്ഞ നൽകിയാൽ മതിയെന്ന്. അങ്ങനെ പറഞ്ഞപ്പോൾ പറഞ്ഞു, സുഗ്രീവൻ അങ്ങനെ എൻ്റെ സുഹൃത്താണ്, വധാർഹനൊന്നുമല്ല, സങ്കടം കൊണ്ട് ഞാൻ പറഞ്ഞതാണ്, അവനെ ഒന്ന് പേടിപ്പിക്കണമെന്നേ ഉള്ളൂ. ബാലി പോയ വഴിക്ക് നിനക്കും പോകണമെന്നൊന്ന് ചോദിച്ചാൽ മതി, അല്ലാണ്ട് അങ്ങനെയൊന്നും വേണ്ട
എന്നതാ അവിടെ പറഞ്ഞേക്കണം. അങ്ങനെ ലക്ഷ്മണൻ സുഗ്രീവ സന്നിധിയിലേക്ക് പോവുകയാണ്. അപ്പോൾ ശരിക്കും ആ ക്രോധഭാവത്തിനെ അടക്കാൻ എന്നിട്ട് പോലും ആ ലക്ഷ്മണന് സാധിക്കണില്ല. ക്രോധത്തോടു കൂടിയിട്ട് കണ്ണൊക്കെ അങ്ങോട്ട് ചുവപ്പിച്ചുകൊണ്ടുള്ള നടത്തം കണ്ടിട്ടുണ്ടെങ്കിൽ ആ കണ്ണിൽ നിന്നുള്ള ആ കോപാഗ്നി കൊണ്ട് കിഷ്കിന്ധയും വാനര സമൂഹം ഒരുമിച്ച് ദഹിച്ചു പോകുമെന്ന് തോന്നുത്രേ. അത്രയും ദേഷ്യത്തോടു കൂടിയിട്ടാണ് വരണത്. അപ്പോൾ ആ ദേഷ്യത്തോടു കൂടിയിട്ട് അങ്ങനെ വരണു. അപ്പോൾ ഇത് കാണുമ്പോൾ അതാ പറയാണ്, ഭഗവാൻ സാധാരണ മനുഷ്യനെ പോലെ അതാ പ്രവർത്തിക്കുകയാണ്. പണ്ട് ദശരഥന് കൊടുത്ത അനുഗ്രഹം പുത്രനായിട്ട് ജനിക്കാമെന്ന്, അതുപോലെ ബ്രഹ്മാദി ദേവന്മാർക്ക് സങ്കടം തീർക്കാനായിട്ടൊക്കെയാണ് മാനുഷഭാവത്തിൽ വന്നത്. അപ്പോൾ സകല ജനത്തെയും മായാമോഹത്തെ നശിപ്പിക്കുന്ന ആളും ആ ഭഗവാനാണ്. എന്നിട്ട് പോലും ആ മനുഷ്യഭാവം പൂണ്ടപ്പോൾ ആ മായയിൽ ഭ്രമിച്ചതുപോലെ അഭിനയിക്കുകയാണ്. തൻ്റെ വേഷം ഭംഗിയാക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലാണ്ട് അദ്ദേഹത്തിന് കാമവും ക്രോധവും രാഗവും മോഹവും ശോകവും ഒന്നും ഇല്ല. അത് കാലദേശങ്ങൾക്ക് യോജിച്ച പോലെ അങ്ങനെ മനസ്സാവരിച്ചുകൊണ്ട് ആ നിർഗുണനായിട്ടുള്ള പരബ്രഹ്മസ്വരൂപൻ അങ്ങനെ ആസക്തനെ പോലെ പെരുമാറുകയാണ് ചെയ്തത്. അപ്പോൾ ദേഷ്യത്തോടു കൂടിയിട്ട് ലക്ഷ്മണൻ അങ്ങോട്ട് വരണ കാണേണ്ടത് അതാ. അപ്പോൾ അവിടെ ആ കിഷ്കിന്ധാപുരി കണ്ട വഴി അങ്ങോട്ട് ദേഷ്യം സഹിക്കാൻ പറ്റണില്ല ലക്ഷ്മണന്. തൻ്റെ ആ വില്ലെടുത്തിട്ട് ഞാണൊലി വിട്ടു. അതിൻ്റെ ശബ്ദം അങ്ങോട്ട് കേട്ടപ്പോഴേക്കും അവിടെയുള്ള ആ വനരന്മാരൊക്കെ പേടിച്ചിട്ട് ഓടുകയാണ്. അപ്പോൾ ഇതെന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ആ വാനരവർഗത്തെ അടങ്കം ഇപ്പോൾ വധിക്കും എന്നുള്ള നിലയിൽ ആ വില്ലൊക്കെ കുലച്ചിട്ട് അമ്പ് ചെയ്യാനായിട്ട് തുടങ്ങുന്ന സമയത്ത് പെട്ടെന്ന് ആ വാനര സമൂഹത്തെ കാട്ടി ഓടിച്ചുകൊണ്ട് അങ്കദൻ ഓടിച്ചെന്നിട്ട് അങ്ങോട്ട് കാൽക്കൽ വീണ് നമസ്കരിച്ചു. ആ കാൽക്കൽ വീണ് നമസ്കരിച്ചപ്പോൾ ആ കോപത്തെ അടക്കാൻ കോപം കൊണ്ട് തീരില്ല എന്നുള്ളത് പറയണു. നമ്മുടെ മുമ്പിൽ ഒരാൾ അത്രയും കോപത്തോടു കൂടി നിൽക്കുന്ന സമയത്ത് അതിലും കോപത്തോടു കൂടി ചെന്നാൽ അവിടെ അപകടം ഉണ്ടാവുള്ളൂ. അപ്പോൾ അതാ പറയണ എന്താണ്, നമ്മളോട് നേരത്തെ ഇന്നലെ നമ്മളോട് പറഞ്ഞില്ലേ, എന്തിനാണ് ഉത്തമാംഗം നിന്നെ നമസ്കരിക്കാനായിട്ട് വരുന്നത്? സാക്ഷാൽ ശ്രീരാമചന്ദ്ര പ്രഭുവിനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ആ ലക്ഷ്മണൻ്റെ പാദത്തിൽ നമസ്കരിച്ചപ്പോൾ ആ ലക്ഷ്മണൻ്റെ ഉള്ളിലുള്ള ആ കോപം അടങ്ങിക്കഴിഞ്ഞിട്ട് എഴുന്നേറ്റതാ കെട്ടിപ്പിടിച്ചുകൊണ്ട് ചോദിച്ചു, മോനെ നീ പോയിട്ട് പറയൂ, സുഗ്രീവനോട് പറയൂ, ചെയ്ത കാര്യമൊക്കെ പഴച്ചു. അതുകൊണ്ട് അങ്ങനെ ആ ഇഷ്ടം സാധിച്ചു തന്ന ആ മിത്രത്തെ ചതിച്ചാൽ അത് അനർത്ഥമായിട്ട് തീരും. അപ്പോൾ ആ സുഗ്രീവനെ വധിക്കാൻ ജ്യേഷ്ഠൻ പറഞ്ഞിട്ടാണ് ഞാൻ വരുന്നത്. ഭാര്യയുടെ വഴിക്ക് തന്നെ സുഗ്രീവന് പോകണമെന്നാണ് ആഗ്രഹം എന്ന് ജ്യേഷ്ഠൻ പറഞ്ഞു എന്നെല്ലാം പറഞ്ഞു. അത് കേട്ടപ്പോൾ വേഗം ഭയത്തോടു കൂടിയിട്ട് ഓടിപ്പോയി ആ കാര്യങ്ങളൊക്കെ സുഗ്രീവൻ്റെ അടുത്ത് എന്ന് പറയുമ്പോൾ സുഗ്രീവന് ഭയമായിട്ട് അങ്കദനോട് കൂടിയിട്ട് ഹനുമാൻ സ്വാമിയെ പറഞ്ഞയക്കുന്നു. ആ ഹനുമാൻ സ്വാമി പിന്നെ താരയോട് പറഞ്ഞു പോയിട്ട് നല്ല വാക്കുകൾ. കാരണം ഇത് ആ താര എന്നുവെച്ചാൽ പറഞ്ഞില്ലേ, മറ്റുള്ളവരെയൊക്കെ അമ്മയെപ്പോലെ കാണണം എന്നുള്ളൊരു ഭാവം. അമ്മ അങ്ങനെ വന്ന് മുന്നിൽ നിൽക്കുമ്പോൾ ആ കോപം സാധാരണ ഇന്നത്തെ കുട്ടികളുടെ കാര്യമല്ല കേട്ടോ. ശരിക്കുള്ള മക്കൾ അമ്മയുടെ മുമ്പിൽ കോപം ഉണ്ടാവാൻ പാടില്ല എന്നാണ്. ഏറ്റവും കൂടുതൽ കോപമില്ലാണ്ട് അമ്മയോട് ദേഷ്യപ്പെടരുത് എന്നൊക്കെയാണ് പറയുക. അപ്പം അമ്മ മുന്നിൽ വന്ന് നിന്നാൽ എത്ര ദേഷ്യം ഉണ്ടെങ്കിലും മടങ്ങുക, അങ്ങനെയാണ്. അങ്ങനെ ചെല്ലാൻ പറഞ്ഞ് താരയും പറഞ്ഞയച്ചു. ആ സുഗ്രീവൻ അങ്ങനെ താര സുഗ്രീവൻ വരണത് കാത്തിട്ട് അവിടെ കൊട്ടാരത്തിൻ്റെ പുറത്ത് ഇറങ്ങി നിന്നു. ആ സമയത്ത് വേഗം അങ്കദനും ഹനുമാനും ചെന്ന് നമസ്കരിച്ചിട്ട് പറഞ്ഞു, അങ്ങ് ഇതെന്താ ഇവിടെ വന്ന് നിന്നത്? അകത്തേക്ക് വരൂ, ഇത് അങ്ങയുടെയും കൂടി ഭവനല്ലേ, എന്തിനാ പുറത്ത് നിൽക്കണത്? പറഞ്ഞു, ഇങ്ങനെ ഉത്തമന്മാരായിട്ടുള്ള അങ്ങയെപ്പോലെയുള്ളവർ ഈ വാനരന്മാരായിട്ടുള്ളവരോടൊക്കെ കോപിച്ചാൽ പിന്നെ എങ്ങനെയാണ്? വാനരന്മാരുടെ ചപല സ്വഭാവം അറിയില്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് പറയാണ്. അപ്പോൾ അവിടുത്തെ കാരുണ്യം കൊണ്ടാണ് ഞങ്ങളൊക്കെ ജീവിച്ചു പോണത്. അപ്പോൾ അവരോട് ഇങ്ങനെ കോപം ഉണ്ടാവരുത്, വിപരീത ഭാവം പാടില്ല എന്ന് പറഞ്ഞു. എന്നിട്ട്
അവിടെ വന്നു കൂടിയിരിക്കുന്ന വാനര സമൂഹത്തിനെ കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞു ശ്രീരാമൻ്റെ കാര്യമൊന്നും മറന്നിട്ടില്ല, അതിന് വേണ്ടിയിട്ടാണ് ഇവരെല്ലാം വന്നിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ലക്ഷ്മണനെ കൂട്ടിക്കൊണ്ട് ചെല്ലുമ്പോൾ ആ വഴിയിൽ വെച്ചിട്ട് താരയെ കാണുകയാണ്. താരയെ കണ്ടപ്പോൾ വേഗം താരയുടെ പാദത്തിൽ വീണിട്ട് നമസ്കരിക്കുന്നു, താരയെ നമസ്കരിക്കുന്നു. അപ്പോൾ താരയും ഇതുപോലെയൊക്കെ ശാന്താക്കിക്കൊണ്ട് ലക്ഷ്മണനെ സുഗ്രീവൻ്റെ അടുത്തേക്ക് ചെന്നു. സുഗ്രീവൻ ലജ്ജയോട് കൂടിയിട്ട് എഴുന്നേറ്റ് നിന്നപ്പോൾ സുഗ്രീവനോട് ചോദിച്ചു, രഘുനാഥനെ മറന്നു കളഞ്ഞില്ലേ നീയെ, ബാലി പോയ വഴിക്ക് നിനക്ക് പോകണോ എന്നൊക്കെ ചോദിച്ചപ്പോൾ ആ സുഗ്രീവനും നമസ്കരിച്ചു കൊണ്ട് പറഞ്ഞു, ഞാൻ അങ്ങനെ മറന്നു എന്ന് പറയരുത്, എങ്ങനെയാണ് അങ്ങനെ മറന്നു എന്ന് പറയണത്, മറന്നു എന്ന് പറയാൻ പാടില്ല, ഇതൊക്കെ നാനാദേശങ്ങളിൽ നിന്ന് വന്ന വാനരന്മാരാണ് എന്നൊക്കെ പറഞ്ഞപ്പോൾ ലക്ഷ്മണൻ ശാന്തനായി. എന്നിട്ട് പറഞ്ഞു, നമുക്ക് വേഗം അവിടെ ശ്രീരാമചന്ദ്ര പ്രഭു ഒറ്റയ്ക്കിരുന്ന് സങ്കടപ്പെടുകയാണ്, നമുക്ക് വേഗം അവിടെ ചെന്ന് അദ്ദേഹത്തിൻ്റെ മനസ്സിന് സമാധാനം ഉണ്ടാവാൻ വേണ്ടി വേഗം അദ്ദേഹത്തിനെ പോയി കാണാം എന്ന് പറയണു. അങ്ങനെ ആ രാമലക്ഷ്മണന്മാർ ശ്രീരാമസ്വാമി സുഗ്രീവന്മാർ രാമലക്ഷ്മണന്മാരെല്ലാ ലക്ഷ്മണനും സുഗ്രീവനും ഒക്കെ കൂടിയിട്ട് ശ്രീരാമസ്വാമിയെ കാണാൻ പോവുകയാണ്. അങ്ങനെ തന്നെ പുറപ്പെടുകെങ്കിൽ നാം ഇങ്ങിനി പാർക്കരുതെന്നു സുഗ്രീവനും തേരിൽ കരേറി സുമിത്രാത്മജനുമായി ഭേരി മൃദംഗ ശങ്കാദിനാഥത്തോടും അഞ്ജനാപുത്ര നീലാംഗദാദ്യൈരലം അഞ്ജസാവാനരസേനയോടും തഥാ ശ്വേതാദപത്രവ്യജനവും സാമര സൈന്യഖണ്ഡലനെ പോലെ രാമൻ തിരുവടിയെ ചെന്നു കാൺമതീനാമോദമോടു നടന്നു കബീവരൻ. ഗഹ്വാരദ്വാരിശിലാതരെ വാഴുന്ന വിഹ്വലാമാനസം ചീരാജിനാധരം ശ്യാമം ജഡാമകുടോജ്വലം മാനവം രാമം വിലോലാവിലോചനം ശാന്തം മൃദുസ്മിതാചാരുമുഖാംബുജം കാന്താവിരഹ സന്തപ്തം മനോഹരം കാന്തം മൃഗപക്ഷി സഞ്ജയാ സേവിതം ദാന്തം മുതാ കണ്ടു ദൂരാൽ കബീവരൻ തേരിൽ നിന്നാശു താഴത്തിറങ്ങിയിടിനാൻ വീരനായോരു സൗമിത്രിയോടും തഥാ ശ്രീരാമപാദാരവിന്ദാന്തികെ വീണു ഒരിച്ച ഭക്തിയ നമസ്കരിച്ചിടിനാൻ. ശ്രീരാമദേവനും വാനരാവീരനെ കാരുണ്യമോടാശുഗാഠം പുണർന്നിടിനാൻ. സൗഖ്യമല്ലി ഭവാനെന്നുരാജേതുടനൈക്യഭാവേന പിടിച്ചിരുത്തിയിടിനാൻ. ആദിത്യമായുള്ള പൂജയും ചെയ്തളവാദിത്യ പുത്രനും പ്രീതി പൂണ്ടാൻതുലോം. ഭക്തിപരവശനായ സുഗ്രീവനും ഭക്തപ്രിയനോടുണർത്തിച്ചു തന്നേരം വന്നു നിൽക്കുന്ന കപികുലത്തെ കനിഞ്ഞൊന്നു തൃക്കൺ പാർത്തരുളേണ മാതരാൽ തൃക്കാൽക്കൽ വേല ചെയ്തിടുവാൻ തക്കൊരു മർക്കടാവീരരി കാണായതൊക്കവേ നാനാകുല ജല സംഭവന്മാരിവർ നാനാ സരിദ്വീപ ശൈലാനിവാസികൾ പർവ്വതാതുല്യ ശരീരികളേവരും മുർവീപതേ കാമരൂപികൾ എത്രയും ഗർവം കലർന്ന നിശാചരന്മാരുടെ ദുർവീര്യമെല്ലാം ഒടുക്കുവാൻ പോന്നവർ ദേവാംശ സംഭവന്മാരിവരാകയാൽ ദേവാരികളെ ഒടുക്കുവരിനി ഗജാബലന്മാരതിയിലുണ്ട് താൻ കേജിൻ ദശ ഗജാശക്തിയുള്ളവരുണ്ട് കേജിൻ അമിത പരാക്രമമുള്ളവർ കേജിൻ മൃഗേന്ദ്ര സമന്മാരറിഞ്ഞാലും കേജിൻ മഹേന്ദ്ര നീലോബലരൂപികൾ കേജിൽ കനക സമാന ശരീരികൾ കേജിൽ രക്താന്ത നേത്രം ധരിച്ചവർ കേജി ദീർഘമാവാലന്മാരധാപരെ ശുദ്ധസ്ഫടിക സംകാശ ശരീരികൾ യുദ്ധവൈദഗ്ധ്യം ഇവരോളമില്ലാർക്കും. നിങ്കഴൽ പങ്കജത്തിങ്കലുറച്ചവൻ സംഖ്യയില്ലാതളമുണ്ടു കപികുലം മൂലാഫലാജല്ല പക്വാശനന്മാരെ ശീലാഗുണമുള്ള വാനരന്മാരിവർ ആജ്ഞാഗരികളെന്നു നിർണയം ദേവദേവേശ രഘൂകുല പുങ്കവ
ഋക്ഷാകുലാധിപനായുള്ള ജാമ്പുവൻ പുഷ്കര സംഭവാപുത്രൻ ഇവനല്ലോ കോടി പുല്ലുക വൃന്ദാധിപതി മഹാ പ്രൗഢാമതി ഹനുമാൻ ഇവൻ എന്നുടെ മന്ത്രിവരൻ മഹാസത്വപരാക്രമൻ ഗന്ധവാഹാത്മജാനീശാംശ സംഭവൻ നീലങ്കജൻ ഗവയംഗവാക്ഷൻ ദീർഘവാലാധിപൂണ്ടവൻ മൈന്ദൻ വിവേദനം കേസരി മാരുതീതാതൻ മഹാബലി വീരൻ പ്രമാദീചരപൻ ദുഷണനും ശൂരൻ സുമുഖൻ ദ്യുതിമുഖൻ ദുർമുഖൻ ശ്വേതൻ വിലീമുഖനും ഗന്ധമാതനന്ദാനൻ ബിഷപൻ നളൻ വിനീതൻ മമാതാരാതാരാധനായ നാമങ്കഥനിങ്ങനെ ചൊല്ലുള്ള വാനരാര വംശരാജക്കന്മാർ ചൊല്ലുവാനല്ലാതോളവുമുണ്ടല്ലോ വേണുന്നതെന്തെന്നിവരോട് ചൊല്ലുക വേണമെന്നാകില സാധിക്കുമൊക്കവേ സുഗ്രീവ വാക്യവിധം കേട്ടു രാഘവൻ സുഗ്രീവനെ പിടിച്ചാലിംഗനം ചെയ്തു സന്തോഷപൂർണ്ണ അശ്രുനേത്രങ്ങാംബുജത്തോടു മന്ദർമുഖാഗതാമരുൾ ചെയ്തിതു സത്വരം മത്കാര്യ ഗൗരവം നിങ്കലും നിർണയം ഉൾക്കാമ്പിലോർത്തു കർത്തവ്യം കുരുഷ നീ ജാനകി മാർഗനാർത്ഥം നിയോഗിക്ക നീ വനരാവീരരെ നാനാതിശീസഖേ രാമവാക്യാമുദം കേട്ടു വാനരാവീര നയച്ചിതു നാലു ദിക്കിങ്കലും 100,000 കബീവീരന്മാർ പോകണം ഓരോ ദിശി പടാനായകന്മാരോടും പിന്നെ വിശേഷിച്ചു ദക്ഷിണാദിക്കിന് ചുന്നതന്മാരിൽ പലരും പോയി തീരണം അങ്കദൻ ജാമ്പുവാൻ മൈന്ദൻ വിവേദനം തുങ്കൻ നളയനം ബന്ധുഷേണനും വാദാത്മജൻ ശ്രീ ഹനുമാനുമായി ചെന്ന് പാതായൊഴിഞ്ഞിടാൻ കണ്ടു നീടണം അത്ഭുതഗാത്രിയെ നീളെ തിരിഞ്ഞങ്ങു 30 നാളിനകത്തു വന്നിടണം ഉൽപ്പല പത്രാക്ഷി തന്നെയും കാണാതെ 30 നാൾ കഴിഞ്ഞിങ്ങു വരുന്നവൻ പ്രാണാന്തികം ദണ്ഡമാശു ഭുജിക്കണം ക്ഷേണാങ്കശേഖരൻ തന്നാണ് നിർണയം 4 കൂട്ടത്തോടും യുദ്ധം നിയോഗിച്ചു കാലമേ പോയാലും എന്നയച്ചിടിനൻ രാഘവൻ തന്നെ തൊഴുതു തിരികെ ചെന്നു ഭാഗവതോത്തമാനും ഇരുന്നിടിനാൻ യുദ്ധങ്കബികൾ പുറപ്പെട്ട നേരത്തു ഭക്തിയാ തൊഴുതിതു വായുധനയനും അപ്പോൾ അവനെ വേറെ വിളിച്ചാതരൽ അത്ഭുത വിക്രമൻ താനും അരുൾ ചെയ്തു മാനസേ വിശ്വാസമുണ്ടാവതിന്നു നീ ജാനകി കയ്യിൽ കൊടുത്തിടിതു സഖേ രാമനാമാങ്കിതമാം അങ്കുലീയകം ഭാമിനിക്കുള്ളിൽ വികൽപ്പം കളയുവൻ എന്നുടെ കാര്യത്തിനോർക്കിൽ പ്രമാണം നീ എന്നിയെ മറ്റാരുമില്ലെന്നു നിർണയം പിന്നെയൊരടയാള വാക്കും അരുൾ ചെയ്തു മന്നവൻ പോയാലും എന്നയച്ചിടിനൻ ലക്ഷ്മി ഭഗവതിയാകിയ സീതയാം പുഷ്കര പത്രാക്ഷിയെ കൊണ്ടുപോയൊരു രക്ഷോരനായ രാവണൻ വാഴുന്ന ദക്ഷിണാദിക്കു നോക്കി കപിസഞ്ചയം ലക്ഷവും വൃത്താരിപുത്രാതനയനും പുഷ്കര സംഭവാപുത്രനും നീലനും പുഷ്കര ബാന്ധവ ശിഷ്യനും മറ്റുള്ള മർക്കട സേനാധിപകളുമായി ദ്രുതം നഗരാശ്രമാദേശങ്ങൾ കാനനാരാജ്യപുരങ്ങളിലും തിരഞ്ഞു സത്വരം നീളെ നടക്കും ദശാന്തരേ ഗന്ധർവവാഹജാത്മാദികളൊക്കെ വന്ധ്യാജലാടവി ബുക്കൂതിരയുമ്പോൾ ഘോരാമൃഗങ്ങളെയും കൊന്നു തിന്നതി ക്രൂരനായൊരു നിശാചരാവീരനെ കണ്ടു വേഗത്തോടടുത്താരതി അതൂദശാകണ്ഠനെന്നോത്തു കബീവരന്മാരെല്ലാം നിഷ്ഠൂരമായുള്ള മുഷ്ടിപ്രകാരേണ ദുഷ്ടനെ പെട്ടെന്ന് നഷ്ടമാക്കിയിടിനാൻ പന്തിമുഖാനല്ലിവനെന്നു മാനസേ ചിന്തിച്ചു പിന്നെയും വേഗേന പോയവർ ജാനകീ ജീവനസ്മരണം ആ ശ്രീരാമനെ എല്ലാവരും കൂടിയിട്ട് ചെന്നത് ആ ശ്രീരാമചന്ദ്രപ്രഭുവിനെ കണ്ട് നമസ്കരിച്ചുകൊണ്ട് ആ കൂടെ വന്ന വാനരന്മാരെയൊക്കെ കാണിച്ചു കൊടുത്തു ഇതൊക്കെ ആരൊക്കെയാണ് എന്തൊക്കെയാണ് എന്നുള്ളത് ആ പേരും കാര്യങ്ങളൊക്കെ പറഞ്ഞ് അദ്ദേഹത്തിനെ ബോധ്യപ്പെടുത്തിയപ്പോൾ എന്നിട്ട് അദ്ദേഹത്തിനോട് പറഞ്ഞു അങ്ങ് ആജ്ഞാപിച്ചാൽ മതി ഇവരിതാ പോയിട്ട് കാര്യം സാധിച്ചു വരുന്നു എന്നപ്പോൾ പറഞ്ഞു ഞാനും നീയും സമം തന്നെയാണ് നീ പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. എന്നിട്ട് ഓരോരോ ദിക്കിലേക്ക് വനരന്മാരെ പറഞ്ഞേക്കുന്നു. പ്രത്യേകമായിട്ട് ദക്ഷിണ ദിക്കിലേക്ക് കുറച്ച് ഹനുമാൻ, അങ്കദൻ, നീലൻ, ഗവൻ അങ്ങനെയുള്ളവരെയൊക്കെ പറഞ്ഞേക്കുക. കാരണം ദക്ഷിണ ദിക്ക് നോക്കിയിട്ടാണല്ലോ മുകളിൽ നിന്ന് ആ വിമാനം പോണതായിട്ട് കണ്ടത്. അപ്പോൾ ദക്ഷിണ ഭാഗത്തായിരിക്കാം രാവണൻ എന്നുള്ളത് കൊണ്ട്
കൂടുതൽ ശക്തിയുള്ളവരെയൊക്കെ അത് അവിടേക്ക് പറഞ്ഞേക്കണം. അങ്ങനെ എല്ലാവരും ഓരോ വഴിക്ക് പോയി. ആ സമയത്ത് ഓരോരുത്തരും ആ ശ്രീരാമചന്ദ്രപ്രഭുവിനെ നമസ്കരിച്ചിട്ട് തങ്ങളുടെ കർത്തവ്യത്തിന് വേണ്ടിയിട്ട് പോണു. പറഞ്ഞു 30 ദിവസത്തിനുള്ളിൽ സീതയെ കണ്ടുപിടിച്ചിട്ട് വരണം, അല്ലാണ്ട് വന്നു കഴിഞ്ഞാൽ മരണം വരെ ദണ്ഡം അനുഭവിച്ചുകൊണ്ട് കഴിയേണ്ടി വരും എന്നൊക്കെ സത്യം ചെയ്ത് പറഞ്ഞു ആ സുഗ്രീവൻ. അപ്പോൾ ഓരോരുത്തരും നമസ്കരിച്ചു കൊണ്ട് പോകുമ്പോൾ ഹനുമാനും ചെന്ന് നമസ്കരിച്ചപ്പോൾ ഹനുമാനെ വേഗം എഴുന്നേൽപ്പിച്ച് തൻ്റെ മാറോട് ചേർത്ത് മാറ്റി നിർത്തിയിട്ട് പറഞ്ഞു, എനിക്കറിയാം നീയാണ് സീതാദേവിയെ കാണുക എന്നുള്ളത്. അതുകൊണ്ട് ഞാനിതാ എൻ്റെ പേരെഴുതിയ ഈ ഒരു മോതിരം നിൻ്റെ കയ്യിൽ തരികയാണ്. കാരണം ആ സീതാദേവിക്ക് വിശ്വാസം ഉണ്ടാവണ്ടേ കാണുമ്പോൾ. അതുപോലെ ഞാനൊരു അടയാളവാക്യവും പറയാം. അപ്പോൾ എന്തായാലും സീതയെ കണ്ടു വരൂ എന്ന് പറഞ്ഞ് അനുഗ്രഹിച്ചിട്ട് അങ്ങനെ എല്ലാവരും ആ സീതയെ അന്വേഷിച്ച് പോയി. പോണ വഴിക്ക് ഹനുമാനും അങ്കദനും അവരൊക്കെ അങ്ങനെ പോണ വഴിക്ക് ഒരു അസുരനെ ഒരു രാക്ഷസനെ കണ്ടപ്പോൾ അതാണ് രാവണൻ എന്നൊക്കെ വിചാരിച്ചിട്ട് അതിനെ വധിച്ചു. അത് മറ്റുള്ളവരെയൊക്കെ ഉപദ്രവിച്ച് കൊന്നു തിന്നുകൊണ്ട് വരികയാണ് കണ്ടത്. അപ്പോൾ ഇതാവും എന്ന് അപ്പോൾ നോക്കിയപ്പോൾ അതല്ല രാവണൻ എന്ന് മനസ്സിലാക്കിയിട്ട് രാവണനെ അന്വേഷിച്ച് പിന്നെയും പോയി എന്നുള്ള ഭാഗം വരെയാണ് പാരായണം ചെയ്ത് സമർപ്പിക്കുന്നത്. അടുത്ത ഭാഗങ്ങൾ നാളെ വായിക്കാനായിട്ട് സാധിക്കട്ടെ. നാളെ മനോഹരമായിട്ടുള്ള ആ സ്വയംപ്രഭയുടെ സ്തുതിയൊക്കെയാണ് നാളെ വായിക്കാനുള്ളത്. അതുപോലെ ആ സമ്പാദി പറഞ്ഞു കൊടുക്കണതൊക്കെ ആയിട്ട് നാളത്തോടു കൂടിയിട്ട് ഭഗവാന്റെ കാരുണ്യം ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു കിഷ്കിന്ധാകാന്ഡം മുഴുവനാക്കിയിട്ട് ഇനി അതിമനോഹരമായിട്ടുള്ള സുന്ദരകാന്ഡത്തിലേക്ക് പ്രവേശിക്കാനായിട്ട് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. സുന്ദരകാന്ഡം ആണ് ഏറ്റവും സുന്ദരമായത്. ആ സുന്ദരകാന്ഡാണ് ഇതിൽ. അതുകൊണ്ടാണ് സുന്ദരകാന്ഡം എന്ന് പറയുന്നത് തന്നെ. എല്ലാം കൊണ്ടും ആ സുന്ദരകാന്ഡം മാത്രം നിത്യപാരായണം ചെയ്തിട്ടുണ്ടെങ്കിൽ എല്ലാവിധത്തിലുള്ള ദുഃഖങ്ങളും ഒഴിഞ്ഞിട്ട് മനസ്സിന് ആനന്ദവും സമാധാനമൊക്കെ കൈവരിക്കാൻ സാധിക്കും. നല്ല കുടുംബജീവിതമൊക്കെ ഉണ്ടാവുമെന്ന് അതിനൊരു ഫലശ്രുതിയൊക്കെ പറയുന്നുണ്ട്. എല്ലാവരും നിത്യോപാസന ചെയ്യേണ്ടതാണെന്ന് പറയും. അത്രയും അതിൻ്റെ വരികൾ പ്രയാസമാണ്. വായിക്കാനൊക്കെ നമുക്ക് സാധിക്കട്ടെ വേണ്ടതുപോലെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ വാക്കുകളും ആ ഭഗവാന്റെ പാദത്തിലെ പ്രേമപുഷ്പാഞ്ജലിയായിട്ട് എല്ലാം അത് ആ ഭഗവാന്റെ പാദത്തിൽ സമർപ്പിക്കുകയാണ്. കണ്ടതും കേട്ടതും ശ്രവിച്ചതും മനസ്സിലാക്കിയതും എല്ലാം ഈശ്വര വേണ്ടതുപോലെ ആക്കി തരണേന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആ ഭഗവാന്റെ പാദത്തിൽ സമർപ്പിക്കുന്നു. യാതൊരു വിഘ്നങ്ങളും കൂടാണ്ട് ഇനിയുള്ള ദിവസങ്ങളിലും ഈ ഒരു കാരണം നമ്മൾ ചെയ്യുന്നത് ഒരു ചെറിയ പ്രവൃത്തിയല്ല. നമുക്ക് തോന്നുന്നത് ഒരു നിസ്സാരമാണ്. രാമായണം വായിക്കാൻ ആർക്കും കഴിയും. ഞങ്ങൾ വീട്ടിൽ നിന്ന് വായിക്കണ്ടേ. പക്ഷേ വായിക്കാൻ കഴിയണത് അങ്ങനെ കഴിയുന്നുണ്ടെങ്കിൽ അതൊരു നിസ്സാര കാര്യമല്ല. അതിൻ്റെ ആ മഹത്വം കൂടി മനസ്സിലാക്കിയിട്ട് നമുക്കത് വായിക്കാൻ സാധിക്കുമ്പോൾ സുഖമാണ്. അപ്പോൾ അതുകൊണ്ട് സാധിക്കട്ടെ നമുക്ക് വേണ്ടതുപോലെ എല്ലാം സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ പാരായണം ആ ഭഗവാന്റെ പാദത്തിൽ സമർപ്പിക്കുന്നു. എല്ലാവർക്കും എല്ലാ നന്മകളും ഉണ്ടാവട്ടെ. ആ മനോമാലിന്യങ്ങളെല്ലാം നീങ്ങിയിട്ട് മനസ്സൊക്കെ പരിശുദ്ധമായിട്ട് തീരട്ടെ. ആ പരിശുദ്ധമായിട്ടുള്ള മനസ്സോട് കൂടിയിട്ട് കൂടുതൽ നാമം ജപിക്കാനായിട്ട് സാധിക്കുമ്പോൾ കൂടുതൽ ആ ഭഗവാനെ അനുഭവിക്കാനായിട്ടൊരു മനുഷ്യജന്മം കൊണ്ട് ആ ഭഗവാനെ അനുഭവിച്ചറിയാണ് വേണ്ടത്. ഭാഗവതത്തിലെ ഒരു ചിത്രകേതുവിന് ഒരു ശാപം കിട്ടുന്നുണ്ട്. ശാപം കിട്ടുമ്പോൾ അതായത് ഭഗവാൻ ഉപദേശം നൽകുന്ന മഹാദേവൻ ഉപദേശം നൽകുന്ന അവസ്ഥയിൽ അവിടെ ആ സാക്ഷാൽ ശ്രീ പരമേശ്വരിയെ മടിയിൽ വച്ചിരുന്നിട്ടാണ് തത്വോപദേശം നൽകണേ. അത് കണ്ടപ്പോൾ അതിനെ പറ്റിയിട്ട് ചിത്രകേതു പറയുന്ന വാക്കുകൾ പരിഹാസ്യമാണ് എന്ന് ദേവിക്ക് തോന്നിയിട്ട് ദേവി ശപിക്കുകയാണ്. ഇത്തരം വാക്കുകൾ പറഞ്ഞ നീ അസുരയോനിയിൽ ചെന്ന് പിറക്കട്ടെ എന്ന്. വേഗം അമ്മയുടെ കാൽക്കൽ വീണ് നമസ്കരിച്ചുകൊണ്ട് പറഞ്ഞു, ഏത് യോനിയിൽ വേണമെങ്കിലും ഞാൻ വന്ന് പിറന്നോട്ടെ അമ്മേ, പക്ഷെ അപ്പോഴൊക്കെ ഭഗവാനെ മറക്കാതിരിക്കണം. ആ ശ്രീഹരിയുടെ നാമം ജപിക്കാൻ തോന്നണം, ശ്രീഹരിയെ മറക്കാതിരിക്കണം. അങ്ങനെയാണ് വരം മേടിച്ചത്.
അപ്പോൾ അമ്മ പോലും അത്ഭുതപ്പെട്ടു. കാരണം വരം ആരെങ്കിലും ശാപം ചെയ്തു എന്താ ഉണ്ടാവുക? അയ്യോ ശാപമോക്ഷം തരണം, ഞാൻ അറിയാണ്ട് തെറ്റ് ചെയ്തു. അത് പറഞ്ഞു തെറ്റ് ചെയ്തു, തെറ്ററിഞ്ഞിട്ടായാലും അറിയാണ്ടായാലും തെറ്റാണ് എന്ന് ഒരാൾക്ക് തെറ്റിദ്ധരിക്കപ്പെട്ടു നമ്മളുടെ പ്രവൃത്തി എന്നുണ്ടെങ്കിൽ ആ തെറ്റിദ്ധരിക്കപ്പെടാവുന്ന രീതിയിൽ നമ്മൾ ചെയ്യാൻ പാടില്ല. അത് അങ്ങനെയാണ്. അപ്പോൾ അത് നമ്മുടെ തെറ്റ് തന്നെയാണ്. അപ്പോൾ അതിൻ്റെ ഫലം നമ്മൾ അനുഭവിച്ച് തന്നെയാവണം. പക്ഷേ എപ്പോഴായാലും ഏത് ജന്മത്തിലായാലും ഏത് യോനിയിലായാലും എത്ര ജന്മം ജനിക്കേണ്ടി വന്നാലും അമ്മേ ആ ഹരിയുടെ സ്മരണ ഉണ്ടാവണേ, ഹരിയുടെ നാമം ജപിക്കാൻ സാധിക്കണേ എന്ന് പ്രാർത്ഥിക്കുക. അത് തന്നെയാണ് നമുക്കും പ്രാർത്ഥിക്കാനുള്ളത്. നമ്മുടെ കർമ്മപ്രാരാബ്ദങ്ങളെ കൊണ്ട് എങ്ങനെയൊക്കെ വന്ന് പെട്ടാലും ഏതൊരവസ്ഥയിലിരുന്നാലും മരിച്ചിട്ട് വേണമല്ലോ ഇനി ജനിക്കേണ്ട കാര്യം ആലോചിക്കുക. അപ്പം എത്ര നിമിഷമുണ്ട്, എത്ര കാലമുണ്ടെന്നൊന്നും അറിയില്ല. അപ്പം മരിക്കുന്നത് വരെയുള്ള ഇപ്പം നമുക്ക് ലഭിച്ചിരിക്കുന്ന ഈ മനുഷ്യജന്മത്തിൽ ഏതൊരവസ്ഥയിൽ എവിടെ എങ്ങനെ ഇരുന്നാലും ഈശ്വരൻ്റെ നാമം നാവിലുണ്ടാവണേ, ഭഗവാന്റെ സ്മരണ ഉണ്ടാവണേ. ഭഗവാനെ മറക്കാതെ ഈശ്വര കഥകൾ കേട്ട് ഈശ്വരനാമം ജപിച്ചുകൊണ്ട് ഭഗവാന്റെ നാമം ജപിച്ചുകൊണ്ട് കീർത്തനങ്ങൾ പാടിക്കൊണ്ട് കഴിയാനായിട്ട് സാധിക്കണേ എന്ന് പ്രാർത്ഥിക്കാം. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം, സദാ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ശ്രീഹരയേ നമഃ. ഹരേ ഗുരുവായൂരപ്പ ശരണം. മുല്ലോർലിത്തേവരേ ശരണം. സർവേശ്വര മംഗലത്തപ്പ ശരണം. തലയാക്കുളത്തമ്മേ ശരണം. നാരായണ അഖില ഗുരു ഭഗവൻ നമസ്തേ. ആഞ്ജനേയ സ്വാമിക്ക് ജയ് ജയ് ശ്രീരാധേശ്യാം. കൈതൊഴാം പരമേശാനി രാസമണ്ഡലവാസിനി രാസേശ്വരി നമിക്കുന്നേൻ കൃഷ്ണപ്രാണാധിക പ്രിയേ. പ്രസാദിക്കുക മൂലോകമാതാവേ കരുണാർണവേ. ആദ്യന്മാർ തൊഴും കാൽത്താരഴും ശുഭേ. തൊഴാം സരസ്വതീ രൂപേ തൊഴാം സാവിത്രി ശങ്കരി. ഗംഗപത്മാവതി രൂപേ ഷഷ്ടിമംഗളചണ്ഡികേ. കൈതൊഴാം തുളസീ രൂപേ തൊഴാം ലക്ഷ്മി സ്വരൂപിണി. തൊഴാം ദുർഗേ ഭഗവതി കൈതൊഴാം സർവരൂപിണി. നമിക്കുന്നേൻ കൃപാമൂർത്തേ മൂലപ്രകൃതി രൂപിണി. ഭവക്കടലിൽ നിന്നെന്നെ സദയം കരകേറ്റണേ. ഗോലോകനാഥയാം രാധാദേവിയെ കൈതൊഴുന്നു ഞാൻ. ബർഹാപീഠം നടവരവപു കർണയോ കർണികാരം. വിഭ്രദ്വാസ കനകകപിശം വൈജയന്തിം ച മാലാം. യന്ത്രാൻ വേണോരതരസുതയാ പൂരയൻ ഗോപവൃന്ദൈ. വൃന്ദാരണ്യം സ്വപതരമണം പ്രാവിശദ്ഗീതകീർത്തിം. ഗോലോകനാഥനാം രാധാകൃഷ്ണനെ കൈതൊഴുന്നു ഞാൻ. പീതാംബരം കരവിരാജിത ശംഖചക്ര കൗമോദകീ സരസിജം കരുണാസമുദ്രം. രാധാസഹായമതിസുന്ദരമന്ദഹാസം. വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ശ്രീ ഗുരുവായൂരപ്പ ശരണം. മുല്ലോർലിത്തേവരേ ശരണം. ആരോടുമുള്ളിൽ പകയേശിടാതെ നേരായ മാർഗത്തെ വെടിഞ്ഞിടാതെ. രാഗാദിയിൽ പെട്ടു അലഞ്ഞിടാതെ. തീരേണമേ കൃഷ്ണമദീയ ജന്മം. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ.
ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ കൃഷ്ണ കൃഷ്ണ